ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. നല്ലൊരു അടിപൊളി കഥ കേൾക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ 1986 ജനുവരി 14 കണ്ണൂർ ജില്ലയിലെ കൂനം എന്ന ഗ്രാമം. ഗ്രാമത്തിലെ ഭഗവതിക്കാവിൽ ഗുളികൻ തെയ്യൻ ഭക്തർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് ശ്രീകോവിലിനു മുമ്പിൽ ചുവടുകൾ വച്ചു. അകമ്പടിയായി പിന്നിൽ ഉയരുന്ന തോറ്റമ്പാട്ടും ചെണ്ടമേളവും അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു. ഒരു നാട് മുഴുവനും മണ്ണിലിറങ്ങിയ ദൈവത്തെ കാണാൻ ഉണർന്നിരുന്നപ്പോൾ ഒരാൾ മാത്രം തൻ്റെ കുടുംബത്തെയും കൂട്ടി പ്രാണൻ വാരി പിടിച്ചുകൊണ്ടുള്ള ഓട്ടത്തിലായിരുന്നു. വളർന്നു നിൽക്കുന്ന കശുമാവിൻ തോട്ടത്തിലൂടെ തൻ്റെ 4 വയസ്സുള്ള മകനെയും കയ്യിലെടുത്ത് നിലാവെട്ടത്തിൽ ആ സാധു മനുഷ്യൻ ഓടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന അയാൾ പെട്ടെന്ന് മണ്ണിൽ നിന്നും ഉയർന്നു നിന്ന വേരിൽ തടഞ്ഞ് മുഖമടിച്ച് നിലത്ത് വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ കുട്ടി ദൂരേക്ക് തെറിച്ചു വീണു. നിലത്ത് വീണ അയാളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു, ഏട്ടാ, മോനെവിടെ? അയാളെന്തോ മറുപടി പറയാൻ ഒരുങ്ങിയതും അയാൾക്ക് ചുറ്റും കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം മുഴങ്ങി. എഴുന്നേറ്റ് നിന്ന് അയാൾ ഭാര്യയെ പിന്നിലേക്ക് മാറ്റി മുണ്ട് മുകളിലേക്ക് ഉയർത്തി മടക്കി കുത്തി. നെറ്റിയിൽ നിന്നും പടർന്നൊഴുകുന്ന ചോര പുറം കൈകൊണ്ട് തുടച്ച അയാൾ എന്തിനും തയ്യാറായി നിന്നു. രാമ, എത്രയോ തവണ നിന്നോട് ഞാൻ പറഞ്ഞു, ഈ മണ്ണിൽ നിന്റെ കൊടിമരത്തിന് വേരോട്ടം ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് നീ ഞങ്ങളുടെ വാക്കിന് വില വയ്ക്കുന്നില്ല. ഇരുളിൽ നിന്നും ഒരുവൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, സുഗു, കയ്യൂക്കിൻ്റെ ബലത്തിൽ ഈ നാട്ടിൽ നീ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ മറച്ചു പിടിക്കാൻ നിനക്കൊരു കൊടിയുടെ മറ വേണം. ജനങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രം ജീവിച്ച എൻ്റെയും നിൻ്റെയും രാഷ്ട്രീയ ഗുരു വാസുവാശൻ, അദ്ദേഹം എന്തായിരുന്നു ആഗ്രഹിച്ചത്? അതിനെതിരെ നീ ചെയ്യുന്നു. കൂടെ നിൽക്കാൻ ഈ രാമന് മനസ്സില്ല. ഒരു കിതപ്പോടെ അയാൾ പറഞ്ഞു, വേദം പറയാൻ സമയമല്ല കൂട്ടുകാരാ. കാവിൽ ഗുളികന് രക്തക്കുരുതി നടക്കുമ്പോൾ ഇവിടെ എൻ്റെ വിശ്വാസങ്ങൾക്ക് നിന്റെ ചോര കൊണ്ടുള്ള കുരുതി. മുണ്ടിൻ്റെ കോന്തലിൽ നിന്നൊരു ബീഡി കത്തിച്ചുകൊണ്ട് സുഗു പറഞ്ഞു. എരിയുന്ന തീപ്പെട്ടി കമ്പിൻ്റെ വെളിച്ചത്തിൽ രാമകൃഷ്ണൻ കണ്ടു സുഗുവിൻ്റെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കൽമഴു. ചന്ദ്രപ്രകാശത്തിൽ അതിൻ്റെ വായ്ത്തല തിളങ്ങി. എന്തോ പറയുവാനൊരുങ്ങിയതും സുഗുവിൻ്റെ കയ്യിലെ മഴു ഒന്ന് ഉയർന്നു താഴ്ന്നു. രാമൻ തലയോട്ടി പിളർന്ന് കൽമഴു തറച്ചു നിന്നു. ഒന്ന് പിടയുക പോലും ചെയ്യാതെ രാമൻ പിന്നിലേക്ക് മറഞ്ഞു വീണു. അയാളുടെ തലയിൽ നിന്നും ചീറ്റിത്തെറിച്ച ചോര സുഗുവിൻ്റെ മുഖത്ത് പടർന്നൊഴുകി. ജീവനറ്റ് വീഴുന്ന ഭർത്താവിനെ കണ്ട് നിലവിളിക്കാൻ ഒരുങ്ങിയ ആ സാധു സ്ത്രീയുടെ നെഞ്ചിൽ ഒരു പിച്ചാത്തി പലതവണ കയറിയിറങ്ങി. നിലത്ത് വീണവർ അവസാനമായി ഒന്ന് പിടഞ്ഞു. നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന നായ. രാമന്റെ ശവത്തിലേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ട് സുഗതം പറഞ്ഞു, പ്രഭാകര, നാളെ അവസാനിക്കും മുമ്പ് മറ്റവന്മാരിൽ 2 പേര് മനസ്സിലായല്ലോ? സുഗുവിൻ്റെ ചോദ്യത്തിന് ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു പ്രഭാകരൻ. 2021 ഫെബ്രുവരി 14 തിരുവനന്തപുരം. സമയം രാത്രി 11 കഴിഞ്ഞെങ്കിലും പാർട്ടി സെക്രട്ടറി ഇരിങ്ങേരി പ്രഭാകരൻ തൻ്റെ വിശ്വസ്തരുമായി ചർച്ചയിലായിരുന്നു. എടോ രാജേഷേ, കഴുത്തിലും ബൈക്കിലും ഫേസ്ബുക്കിലും ചെഗുവേരയുടെ പടമിട്ടാൽ പാർട്ടി വളരില്ല. അതിന് സമൂഹത്തിലിറങ്ങി പണിയെടുക്കണം. ഈ കൂട്ടത്തിൽ തൻ്റെ ജില്ലയിൽ കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് പാർട്ടി വിട്ടുപോയവർ 15,000-ഓളം വരും. പോയത് മുഴുവനും 20-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ. എവിടേക്കാ ചെന്ന് കയറിയതെന്ന് ഞാൻ പറയണ്ടല്ലോ. അവർക്ക് ആകെ കിട്ടിയ ഒരു സീറ്റ് പറിച്ച് ദൂരെ കളയാൻ ഒഴുക്കിയ ഫണ്ടിന് കണക്കില്ല. അതുകൊണ്ട് രാജേഷ് വേണ്ടത് ചെയ്യണം. സഖാവേ, പാർട്ടി വിട്ടുപോയവരിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ടിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ രക്തത്തിൽ പാർട്ടി അലിഞ്ഞു ചേർന്നവർ. സ്കൂളിലും കോളേജിലും നമ്മുടെ പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചവർ. എന്നാൽ ഇവരെ വെറും കോമാളികളാക്കി നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും മറ്റും നിയമിക്കുന്നു. പാർട്ടി ഉപേക്ഷിച്ച പലരുടെയും പേര് SPC റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരാണ്. അവരെ ഒഴിവാക്കി നിലവിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായവരെ നിയമിച്ചതിലുള്ള പ്രതിഷേധമാണ് ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്കിൻ്റെ പ്രധാന കാരണം. എന്തായാലും ഞാൻ അടുത്ത മാസം തൻ്റെ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വേണ്ടത് ചെയ്യാം. പ്രഭാകരൻ ചുണ്ടിലേക്കൊരു ഡേവിഡ് ഓഫ് ഗോൾഡ് സിഗരറ്റിന് തിരികൊളുത്തിക്കൊണ്ട് പറഞ്ഞു. സഖാവേ, ഒരു കാര്യം പറയാൻ മറന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുദേവൻ പറഞ്ഞു. എന്താടാ സുദേവ? ഇന്നുച്ചയ്ക്ക് സഖാവിനൊരു കത്ത് വന്നിരുന്നു. തിരക്കിനിടയിൽ അത് തരാൻ ഞാൻ വിട്ടുപോയി. പോക്കറ്റിൽ നിന്നും ഒരു കവർ നീട്ടിക്കൊണ്ട് സുദേവൻ പറഞ്ഞു. വല്ല ശുപാർശ കത്തുമാവും. വളരെ അലസമായി കവർ പൊട്ടിച്ച് അയാൾ മടക്കി കടലാസ് പുറത്തെടുത്ത് വായിച്ചു. പതിയെ അയാളുടെ മുഖഭാവം മാറി തുടങ്ങി. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. ചെന്നിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പ് കണികകൾ അയാളുടെ കവിൾത്തടം വഴി ഒലിച്ചിറങ്ങി. കയ്യിലെ എരിയുന്ന സിഗരറ്റ് കൈവിരൽ പുള്ളിയപ്പോൾ അയാൾ കൈ കുടഞ്ഞു. നിലത്തേക്ക് വീണ കടലാസിലൂടെ രാജേഷ് കണ്ണോടിച്ചു. അപ്പോഴേക്കും റൂമിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ഓടിക്കയറി ഒരുവൻ ചുവരിലെ TV ഓൺ ചെയ്ത് പാർട്ടി ചാനൽ വെച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത. കാസർഗോഡ് ബേഡകത്ത് വെച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറിയും മുൻ വ്യവസായ മന്ത്രിയുമായ രാഘവ കൈമൾ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ശരീരത്തിൽ നിന്നും കഴുത്ത് കൽമഴു ഉപയോഗിച്ച് വെട്ടിമാറ്റിയിരുന്നു.
കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ സുഗേത് ലൈനിൽ ചേരുന്നു. ഒരേ സമയം ശരീരത്തിലൂടെ ഹൈ വോൾട്ടേജ് കറന്റ് പാസ് ചെയ്തതുപോലെ ഹാളിൽ കൂടിയിരുന്നവർക്ക് തോന്നി. പാർട്ടിയിലെ അധികായന്മാരിൽ ഒരുവൻ, മുഖ്യന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും വിശ്വസ്തൻ, അങ്ങനെയുള്ള ഒരുവനെയാണ് ഇത്ര ക്രൂരമായി ഇല്ലാതാക്കിയിരിക്കുന്നത്. ഒരു വിറയിലൂടെ കയ്യിലെ കടലാസിലേക്കും TV സ്ക്രീനിലേക്കും രാജേഷ് ഭയത്തോടെ നോക്കി. ആ വെളുത്ത പേപ്പറിൽ ചുവന്ന മഷി കൊണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു: മണ്ണിലിറങ്ങുന്ന ദൈവകോലങ്ങൾക്ക് രക്തക്കുരുതി കൊടുക്കുന്ന ഈ നാട്ടിൽ എന്തിനെന്നറിയാതെ പ്രാണൻ നഷ്ടപ്പെട്ട് ഒരു പറ്റം മനുഷ്യജീവനുകൾക്കുള്ള രക്തബലി ഇന്ന് തുടങ്ങുന്നു. 24 മണിക്കൂർ മുമ്പ് കാസർഗോഡ് ബേടകം. ഒരു കാലത്ത് കേരളത്തിലെ പ്രധാന കാർഷിക വിളയായിരുന്ന കശുമാവ് പണ്ട് പോർച്ചുഗീസുകാർ ഏലവും കുരുമുളകും കൊണ്ടുപോയപ്പോൾ കേരളത്തിന് പകരം തന്ന വിള. അതുകൊണ്ട് തന്നെ കശുമാവ് ഇപ്പോഴും പലയിടങ്ങളിലും പറങ്കിമാവായി അറിയപ്പെടുന്നു. കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ എൻഡോസൾഫാൻ കീടനാശിനി പ്രയോഗത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇപ്പോഴും കാസർഗോഡ് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു. അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന രാഘവ പണിക്കർ കീടനാശിനിയാണ് ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് കാരണമെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിക്കളഞ്ഞു. അതിന് പ്രതിഫലമായി എക്സൽ ക്രോപ്പ് കെയർ, HIL, കൊറമാൻഡർ ഫെർട്ടിലൈസേഴ്സ് എന്ന കമ്പനികൾ നൽകി കോടികൾ കൊണ്ട് രാഘവ പണിക്കർ സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം പണിതുയർത്തി. പാർട്ടി സെക്രട്ടറി ഇരങ്ങിയേരി പ്രഭാകരന്റെയും പുന്നേരി സൂണന്റെയും പിൻബലത്തിൽ രാഘവൻ വളർന്നു പന്തലിച്ചു. എന്തിനും മൂന്ന രാഷ്ട്രീയ പിൻബലം, ഒപ്പം മന്ത്രി പദവി. ബേടകത്തെ ഏക്കർ കണക്കിന് വളർന്ന് വേലി കെട്ടിത്തിരിച്ച് വലിയൊരു പ്രദേശം, അതിനൊത്ത നടുക്കായി വളരെ ഭംഗിയായി പണിതീർത്ത കെട്ടിടം, അതിന് ചുറ്റുമായി വച്ചുപിടിപ്പിച്ചിരിക്കുന്ന ജാതിക്ക മരങ്ങൾ, അതിരിനോട് ചേർന്ന് കായ്ച്ചു കിടക്കുന്ന മാങ്കോസ്റ്റിൻ മരങ്ങൾ. ചില ദിവസങ്ങളിൽ ആ പറമ്പിലേക്ക് പണിക്കാർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. താൻ പറഞ്ഞ ആളെവിടെ? ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞ് വേണം തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ, രാഘവൻ ഫോണിലൂടെ പറഞ്ഞു. സാറേ, തിരക്ക് പിടിക്കില്ലേ? കോളേജ് പെണ്ണ, അതും ഫസ്റ്റ് ടൈം. വീട്ടിൽ കാശിന് അത്യാവശ്യം വന്നതുകൊണ്ട് ഈ പണിക്കിറങ്ങിയത്, മറുതലക്കിൽ നിന്നും പതിഞ്ഞ സ്വരത്തിൽ ഒരാൾ പറഞ്ഞു. അത് നന്നായി. ഞാൻ തുടങ്ങിയവരൊക്കെ ഇപ്പോൾ സിനിമാ ഫീൽഡിലും ന്യൂസ് ചാനലിലും ഒക്കെ ടോപ്പ് പൊസിഷനിലാ. വല്ലാത്തൊരു ചിരിയോടെ പണിക്കർ പറഞ്ഞു. എന്നാൽ ശരി സാർ, ഒരു 10 മിനിറ്റ് കൊണ്ട് ആളവിടെ എത്തും. സൂക്ഷിക്കണേ സാറേ, ചെറിയ കൊച്ചാ. മറുപടി പറയാതെ പണിക്കർ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. 5 കുട്ടികൾക്ക് മുത്തച്ഛനെങ്കിലും ഇപ്പോഴും ചെറിയ പെൺകുട്ടികൾ പണിക്കരുടെ ബലഹീനതയാണ്. പണ്ടൊരിക്കൽ മറയൂരിൽ നടന്ന ഫംഗ്ഷനിൽ വെച്ച് കണ്ടാശാരി എന്ന കുട്ടിയെ ദിവസങ്ങളോളം പണിക്കർ പീഡിപ്പിച്ചു. ഒടുവിൽ അവളെ അയാളുടെ ഗുണ്ടകൾ ഏതോ വഴിയരികിൽ തള്ളി. പ്രാണൻ ബാക്കിയായ അവൾ പരാതിയുമായി നിയമ പോരാട്ടത്തിനിറങ്ങി. കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ച അടുത്ത ദിവസം ആ നാട്ടിലുള്ളവർ കാണുന്നത് ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന പെൺകുട്ടിയെയും കുടുംബത്തെയുമാണ്. മങ്കി ഷോൾഡർ. വിസ്കിയുടെ പകർന്നു വെച്ച പെഗ് ഗ്ലാസ് ഒന്ന് വട്ടം ചുറ്റി വായിലേക്ക് കമഴ്ത്തി പണിക്കർ. നെയ്യിൽ വറുത്ത കശുവണ്ടി വായിലേക്ക് ചവച്ചിറക്കിയയാൾ. അപ്പോഴേക്കും ഗേറ്റ് കിടന്ന ഒരു ഇനോവ കാർ പോർച്ചിലേക്ക് പ്രവേശിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ജീൻസും ടോപ്പും ധരിച്ച് ഒരു പെൺകുട്ടി പുറത്തിറങ്ങി. കോളിംബെല്ലടിക്കും മുമ്പ് തന്നെ വാതിൽ തുറന്ന പണിക്കർ പുറത്തു വന്നു. ഗുഡ് മോർണിംഗ് സാർ, തേനൂറും ശബ്ദത്തിൽ അവൾ പറഞ്ഞു. എത്ര നേരമായി കുട്ടി കാത്തിരിക്കുന്നു, അകത്തേക്ക് വാ. പുറത്തു നിന്നാൽ എൻ്റെ മോള് ക്ഷീണിക്കും. അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പണിക്കർ പറഞ്ഞു. 6 അടി ഉയരമുള്ള പണിക്കർക്ക് മുമ്പിൽ അവളൊരു സ്കൂൾ കുട്ടിയെ പോലെ തോന്നിച്ചു. ടേബിളിൽ പകർന്നു വെച്ച പെഗ് ഗ്ലാസ് കയ്യിലെടുത്ത് പെൺകുട്ടി അത് ഒന്നാകെ വായിലേക്ക് ഒഴിച്ചു. പുറം കൈകൊണ്ട് ചുണ്ടു തുടച്ചവൾ പണിക്കരെ നോക്കി ചിരിച്ചു. നീ കൊള്ളാലോ പെണ്ണേ, എന്താ നിന്റെ പേര്? അനഘ. അനഘ, എവിടെയോ കേട്ടു മറന്ന പോലെ പണിക്കർ ആ പേര് പലതവണ ഉരുവിട്ടു. തന്നെ നോക്കി നിൽക്കുന്ന അനഘയെ അയാൾ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. ആദ്യം പോയി കുളിക്കു സാറേ, എന്നിട്ടാവാം, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. അവൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഓ, ഇനി ഞാൻ കുളിക്കാഞ്ഞിട്ട് നിന്റെ പെർഫോമൻസ് കുറയണ്ട. അയാൾ ബെഡ്റൂമിലെ ബാത്റൂമിലേക്ക് കയറി. 10 മിനിറ്റ് കഴിഞ്ഞ് ഹാളിലേക്ക് എത്തിയ അയാൾ കണ്ടത് ഒരു ഷോർട്ടും ഇറുകിയ സ്ലീവ്ലെസ്സും ടോപ്പും ധരിച്ച അനഘയെയാണ്. അവൾ അയാളെ തന്നെ നോക്കി തൻ്റെ റോസ് നിറമുള്ള ചുണ്ടുകളൊന്ന് ഞൊട്ടി നുണഞ്ഞു. വലിയ കണ്ണുകളും റോസ് നിറമുള്ള അവളുടെ ചുണ്ടും ഉയർന്ന മാറിടവും ഐസ്ക്രീം കോൺ പോലുള്ള അവളുടെ കാലുകളും പണിക്കരിൽ വികാരത്തള്ളിച്ചുണ്ടാക്കി. ടേബിളിൽ നിറച്ചു വെച്ച പെഗ് ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ കണ്ണടച്ച് കാണിച്ചു. ഒറ്റ വലിക്ക് കാലിയാക്കി അയാൾ അവളെ 2 കൈകളിലും കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. ബെഡിലേക്ക് എറിഞ്ഞ അവളുടെ മുകളിലേക്ക് പടർന്നു കയറിയ പണിക്കർ ഇക്കളെടുക്കും പോലെ ഒന്ന് ചുമച്ച അവളുടെ മുകളിലേക്ക് വീണു. അയാളെ തള്ളിമാറ്റി അവളൊന്ന് നിവർന്നു നിന്നു. അരികിലായി ബോധമറ്റ് കിടക്കുന്ന പണിക്കരെ അനഘ എരിയുന്ന മിഴികളോടെ ഒന്ന് നോക്കി. അപ്പോഴേക്കും വാതിൽ തുറന്ന് 4 ചെറുപ്പക്കാർ അകത്തേക്ക് കയറി. ബോധമില്ലാതെ കിടക്കുന്ന പണിക്കരെ പുറത്തേക്ക് കൊണ്ടുപോയി. അയാളുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്ത് ഏതാനും ചില മെസ്സേജുകൾ അയച്ചു അനഘ. ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് മൊബൈൽ അവൾ ബെഡിലേക്ക് ഇട്ടു. സമയം രാത്രി 8 മണി. കണ്ണുകൾ തുറന്ന കൈമൾ ചുറ്റിലുമൊന്ന് നോക്കി. തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നത് അയാൾ അറിഞ്ഞു. തൊണ്ട വരണ്ട അയാൾ ഉമിനീരിറക്കി. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു കസേരയിൽ താൻ ബന്ധിക്കപ്പെട്ടു എന്ന സത്യം. ടേപ്പ് കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ശരീരം സ്വതന്ത്രമാക്കാൻ അയാൾ വിഫല ശ്രമം നടത്തി. ഹാളിലെ ലൈറ്റുകൾ മുഴുവനും തെളിഞ്ഞു.
കണ്ണുകൾ ചിമ്മി തുറന്ന പണിക്കർ കണ്ടു. തൻ്റെ മുൻപിലായി 4 ചെറുപ്പക്കാർ, അവർക്ക് നടുവിൽ അനക. കള്ള കഴിവേറി മോളെ, നീ കളിക്കുന്നത് ആരോടാണെന്നറിയില്ല. നിന്റെയൊക്കെ വീട്ടിലുള്ള സകലതിനെയും വലിച്ചു കീറി പച്ചയ്ക്ക് കത്തിക്കും ഈ രാഘവൻ. മുറിവേറ്റ കാട്ടുമൃഗം കണക്കെ ചീറി അയാൾ. അടങ്ങ് സഖാവേ, ബ്ലഡ് പ്രഷർ കൂടിയ സ്ട്രോക്ക് വരും. ബോധം പോവാനുള്ള മരുന്ന്, അതും 4 തുള്ളി, അത്രേ ഞങ്ങൾ തന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. എത്ര വേഗം സഖാവ് ഉത്തരം തരുന്നു അത്രയും വേഗം സഖാവിന് പോകാം. ചെളുക്കേ, നീ ചോദിക്ക്, ഞാൻ പറയാം നിന്റെ അമ്മയ്ക്ക് എത്ര ഉണ്ടെന്ന്. ഉള്ള അമ്മയുടെ ചോദ്യം രാഘവ പണിക്കർ നിലത്തേക്ക് കാർക്കിച്ചു തുപ്പി. കൊള്ളാം സഖാവേ, എത്ര മാന്യമായാണ് ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത്. അതും ഒരു പത്രസമ്മേളനത്തിനും പബ്ലിക് മീറ്റിങ്ങിനും സ്ത്രീകളുടെ ഉന്നമനത്തെപ്പറ്റി പ്രസംഗിക്കുന്ന അങ്ങ്. കോടികൾ മുടക്കി നവോത്ഥാന മതിലുകൾ പണിയുന്ന പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡികളിൽ ഒരാൾ. കൊള്ളാം. നിരന്നു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് പിന്നിൽ നിന്നും കയ്യിലൊരു ആപ്പിളുമായി ഉയരമുള്ള ഒരാൾ മുന്നിലേക്ക് വന്നു. ഓ, നീയാണോ നായകൻ? കൂട്ടിപ്പിടിച്ചെന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഒന്നും കൊല്ലിച്ച് മറപ്പ് മാറിയവനാണ് ഞാൻ. നീ മാത്രമല്ല, നിനക്കൊക്കെ ഈ കൊട്ടേഷൻ തന്നവന്മാരെയും വിടില്ല ഞാൻ. ശരിയാ പണിക്കരെ, ഇതൊരു കൊട്ടേഷൻ തന്നെയാ. നിന്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരുടെ അല്ല. പകരം നീയൊക്കെ കഴുതകൾ എന്ന് വിളിക്കുന്ന പൊതുജനത്തിൻ്റെ. നീലേശ്വരത്തെ ഏതോ കൽപ്പണിയിൽ വെറും 350 രൂപ കൂലിക്കാരനായ രാഘവ പണിക്കർ ഇന്ന് കേരളത്തിലെ തന്നെ സമ്പന്നരായ പൊളിറ്റീഷ്യൻസിൽ 3-ാമൻ. വിശ്വസിച്ച പൊതുജനത്തിന്റെ വായിൽ മലം വിസർജിക്കുന്ന നിന്നെപ്പോലെയുള്ളവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊട്ടേഷൻ എടുക്കുന്ന ടീമാണ് ഞങ്ങൾ. ആപ്പിളിന്റെ ഒരു കഷ്ണം കടിച്ചെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. അപ്പോഴേക്കും അനഘ ഒരു ലാപ്ടോപ്പിൽ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് അവർക്ക് നടുവിൽ വെച്ചു. പണിക്കരെ, ചാവും മുൻപ് ഒരു നന്മ ചെയ്യാൻ അവസരം തരാം. തൻ്റെ മക്കൾ പോലും അറിയാത്ത ബാങ്ക് അക്കൗണ്ടിലെ 350 കോടിയോളം വരുന്ന തുക ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങ് മേലെ എത്തിക്കഴിയുമ്പോൾ തൻ്റെ കണക്ക് പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു നല്ലത് വേണ്ട പണിക്കരെ. തനിക്കും പ്രഭാകരനും സുഗുണനും മാത്രം അറിയുന്ന ബാങ്ക് അക്കൗണ്ട്, അതും ദുബായിലെ ബാർക്ലേ ബാങ്കിലുള്ള അക്കൗണ്ട് വിവരങ്ങൾ ഇവരെങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു അയാളുടെ ചിന്ത. സഖാവേ, എന്നതാ ആലോചിക്കുന്നത്? അക്കൗണ്ട് വിവരങ്ങൾ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവുമല്ലേ? അതൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നോ ഇല്ലയോ? അയാൾ ചോദിച്ചു. ചിരികോട്ടി പുച്ഛിച്ചുകൊണ്ട് ഒരു ചിരിയായിരുന്നു അയാളുടെ മറുപടി. എതിരിലിരുന്ന അയാളുടെ മുഖത്തൊരു വല്ലാത്തൊരു ഭാവം വന്നു ചേർന്നു. അയാൾ ഇടതുവശത്ത് നിന്ന് ചെറുപ്പക്കാരനോട് കണ്ണുകൊണ്ട് സിഗ്നൽ നൽകി. അവൻ പതുക്കെ മുന്നിലേക്ക് ചെന്ന് പണിക്കരുടെ വായിൽ ടേപ്പ് ഒട്ടിച്ചു. അതേസമയം തന്നെ ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നവൻ്റെ ഇടത് കൈ ഉയർന്നു താഴ്ന്നു. ഒപ്പം ഞെട്ടറ്റ് വീഴുന്ന പോലെ പണിക്കരുടെ ഇടത് ചെവി നിലത്തേക്ക് വീണു. ചോരയിട്ട് വീഴുന്ന സർജിക്കൽ ബ്ലേഡ് പണിക്കരുടെ നെഞ്ചിൽ മുട്ടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മോനെ, പറയുന്നത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞെടുക്കും നിന്റെ ഓരോന്നും. ചാവുന്നതിന് മുമ്പ് നരകവേദന എന്തെന്നറിഞ്ഞ് നീ ചാവും. അത് വേണ്ടെങ്കിൽ ജസ്റ്റ് ട്രാൻസ്ഫർ ദിസ് മണി. നിമിഷങ്ങൾക്കുള്ളിൽ പണം ട്രാൻസ്ഫർ ചെയ്തു. എൻഡോസൾഫാൻ മൂലം ബാധിക്കപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ട്രസ്റ്റിലേക്കായിരുന്നു ആ പണം എത്തിച്ചേർന്നത്. താങ്ക് യു മിസ്റ്റർ രാഘവ പണിക്കർ. ഇനി കടം വീട്ടാനുള്ള സമയമാണ്. ഇത് നിന്റെ കൊച്ചുമകളുടെ പ്രായം മാത്രമുണ്ടായിരുന്ന നീ കഴുത്ത് ഞെരിച്ച് കൊന്നു കെട്ടിത്തൂക്കിയ ശാരി നമ്പൂതിരി എന്ന പെൺകുട്ടിക്കും അവളുടെ മാതാപിതാക്കൾക്കും വേണ്ടി. പറഞ്ഞു തീർന്നതും അവൻ്റെ കയ്യിലെ ബ്ലേഡ് ഒരു തവണ കൂടെ ഉയർന്നതായിരുന്നു. പണിക്കരിൽ നിന്നും മുറിഞ്ഞു മാറിയ അയാളുടെ പുരുഷത്വം നിലത്തേക്ക് വീണു. വേദനയിൽ പണിക്കർ ഞെളിവിരി കൊണ്ടു. അപ്പോഴേക്കും അനഘ ഒരു ബാഗുമായി മുന്നിലേക്ക് വന്ന് അതിൽ നിന്നും ഒരു കൽമഴ് പുറത്തെടുത്ത് അയാളുടെ കയ്യിലേക്ക് നൽകി. ഇനി എന്താവുമെന്നൊരു ഊഹം പണിക്കർക്കുണ്ടായി. അപ്പോഴേക്കും നിരവധി തവണ ആ മഴ അയാളുടെ ശരീരത്തിൽ പതിച്ചിരുന്നു. കൈകാലുകൾ വേർപെട്ട് തൂങ്ങി നിന്നു. അയാളുടെ ആകെ ജീവന്റെ തെളിവായി അവശേഷിച്ചത് ഒരു മൂളൽ മാത്രമായിരുന്നു. പതിയെ പണിക്കരുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞവൻ. അവസാന നിമിഷത്തിലും പണിക്കരിൽ ഒരു ഞെട്ടലുണ്ടായി. തല ഉയർത്തി നോക്കി അയാൾ കണ്ടത് കഴുത്തിന് നേരെ വരുന്ന മഴുവായിരുന്നു. വെട്ടുകൊണ്ട് തൂങ്ങി നിന്ന തല പതിയെ ഉടലിൽ നിന്നും വേർപെട്ട് നിലത്തേക്ക് വീണു. അനഘ CCTV ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യണം. സലീം, ജിതിൻ, റൂം ഫ്രഷ്നർ എല്ലാ മുറികളും തുറന്നു വയ്ക്കണം. നിങ്ങളുടെ സേഫ് സോണിൽ എത്തിയിട്ട് മാത്രം മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യുക. അടുത്ത മിഷൻ എപ്പോൾ എവിടെയെന്ന് പിന്നെ അറിയിക്കും. ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി അവരെ ഏൽപ്പിച്ച ജോലികൾ തീർത്തു തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം കാർ പോർച്ചിൽ നിന്നും ആ ഇനോവ കാർ പുറത്തേക്ക് പോയി. അടുത്ത ദിവസം ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കാസർഗോഡ് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച പണിക്കരുടെ മൃതദേഹം കാണാൻ സമൂഹം ഒന്നാകെ എത്തിച്ചേർന്നു. ധീരസഖാവ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം നിർത്താതെ മുഴങ്ങിക്കേട്ടു. ഇരിങ്ങേരി പ്രഭാകരൻ സിഗരറ്റ് പോച്ച് തള്ളിക്കൊണ്ടേയിരുന്നു. രാഘവന്റെ മരണവാർത്തയറിഞ്ഞ് യൂറോപ്പിൽ പര്യടനത്തിനായിരുന്ന മുഖ്യൻ പുന്നേരി സുഗതൻ നാട്ടിലേക്ക് തിരിച്ചു. സഖാവേ, രവീന്ദ്രൻ എത്താറായി. DIMന്റെ പിള്ളേർ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല സഖാവേ, വരണം, രാജേഷ് പറഞ്ഞു. താൻ നടന്നു, ഞാൻ വരാം. പ്രഭാകരൻ സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടിക്കെടുത്ത് പതിയെ മുന്നോട്ട് നടന്നു.
പാർട്ടി ഓഫീസിന്റെ ഗേറ്റ് കടന്ന് മംഗലാപുരം രജിസ്ട്രേഷനുള്ള ഒരു ഫോർച്യൂണർ അകത്തേക്ക് പ്രവേശിച്ചു. ഫ്രണ്ട് ഗ്ലാസിന്റെ സൈഡിലായി കാവി നിറമുള്ളൊരു കൊടിയുടെയും ഹോം എന്നെഴുതിയ സ്റ്റിക്കറും ഉണ്ടായിരുന്നു. കാറിന്റെ കോ ഡ്രൈവർ ഡോർ തുറന്ന് ഒരുവൻ പുറത്തേക്കിറങ്ങി. കാവി മുണ്ടും കറുത്ത ഫുൾ സ്ലീവ് ഷർട്ടും വേഷം, കട്ടിമീശ, നെറ്റിയിൽ നീട്ടി വരച്ച കുങ്കുമം, വലത് കൈയിൽ ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ചരടുകൾ കെട്ടിയിരിക്കുന്നു. കാറിന്റെ വെളിയിലേക്ക് വന്നവനെ നോക്കി ആൾക്കൂട്ടത്തിൽ ആരോ പറഞ്ഞു, മേപ്പാടി രവീന്ദ്രൻ. ഞങ്ങളുടെ ചങ്കിലെ ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമെങ്കിൽ ആ ചെങ്കൊടിയാണെ കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും. ധീരസഖാവെ, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. രവീന്ദ്രനെ കണ്ടതും മുദ്രാവാക്യം വിളി കൂടുതൽ ശക്തമായി. കയ്യിലൊരു റീത്തുമായി രവീന്ദ്രൻ ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് നടന്നു. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ രവീന്ദ്രന്റെ മുന്നിലേക്ക് കയറി നിന്നു. രവീന്ദ്ര, ഞങ്ങളുടെ പ്രിയ സഖാവിനെ വെട്ടിനുറുക്കിയതും പോരാഞ്ഞിട്ട് ഇപ്പോൾ അനുശോചനം അറിയിക്കാൻ വന്നതാണെങ്കിൽ മേപ്പാടി രവീന്ദ്ര, ഇറച്ചി വെട്ടും പോലെ വെട്ടിനുറുക്കും ഞങ്ങൾ. വല്ലാത്തൊരു ചൂടുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ. എന്നാൽ ചുണ്ടിൽ ചെറിയൊരു ചിരിയോടെ രവീന്ദ്രൻ അവനെ അടിമുടിയൊന്നൊഴിഞ്ഞു. അനിയ, ആവേശം നല്ലതാ, പക്ഷേ അത് തന്നേക്കാളും 10 കൂടുതലുണ്ടവനോട് ആവരുത്. അകത്ത് 38 കഷ്ണങ്ങളായി ചിതറിപ്പോയവനില്ലേ നിന്റെ നേതാവ് രാഘവ പണിക്കർ, അയാൾ ഉയിരോടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തന്നേനെ രവീന്ദ്രൻ ആരാണെന്ന്. അപ്പോഴേക്കും അവിടേക്ക് വന്ന പ്രഭാകരൻ എന്തോ പറയാൻ ഒരുങ്ങിയവനെ തടഞ്ഞു. രവീന്ദ്ര, താൻ അകത്തേക്ക് വാ. സുരേന്ദ്രനും പ്രഭാകരനും അകത്തേക്ക് കയറിയതും കുടിവെച്ചൊരു സ്റ്റേറ്റ് കാർ അകത്തേക്ക് പ്രവേശിച്ചു. കാറിന്റെ പുറകുവശത്ത് ഡോർ തുറന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് TD പ്രേമൻ പുറത്തേക്ക് വന്നു. അയാളെ കണ്ടതും ന്യൂസ് ചാനലുകൾ ചുറ്റിലും കൂടി. സാർ, കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമാണ് രാഘവ പണിക്കരുടേത്. ഈ കൊലപാതകത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? കേരളം ചാനൽ വാർത്താ റിപ്പോർട്ടർ പ്രവീൺ ഗുരുവംശി ചോദിച്ചു. നിങ്ങൾക്ക് അകത്ത് മരിച്ചു കിടക്കുന്നയാൾ ഏറിയാൽ ഒരാഴ്ച ന്യൂസ് ഡെസ്കിൽ ആഘോഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രം. എന്നാൽ അദ്ദേഹം എനിക്കങ്ങനെയല്ല. കേരളം കണ്ട മികച്ച രാഷ്ട്രീയ സാമാജികരിൽ ഒരാൾ. ഉള്ളിൽ കമ്മ്യൂണിസത്തിന്റെ തീ കൊണ്ട് നടന്നപ്പോഴും സഹജീവികളിൽ സ്നേഹം മാത്രം വാരി വിതറിയ ആ മഹാത്മാവിനെ ഞാനൊന്ന് കണ്ടോട്ടെ, എന്നിട്ടാവാമെല്ലാം. കണ്ണിൽ നിന്നും ഒഴുകി വന്ന നീര് ടവൽ കൊണ്ട് തുടച്ച് മുന്നോട്ട് നടന്നു TD മോഹൻ എന്ന കേരള രാഷ്ട്രീയത്തിലെ കുറുക്കൻ. ഏകദേശം ഒരേ സമയം തന്നെ രവീന്ദ്രനും പ്രേമനും അന്തിമ ഉപചാരമർപ്പിച്ച് പ്രഭാകരനൊപ്പം അകത്തേക്ക് പോയി. ഇരിങ്ങേരി പ്രഭാകരനും പുന്നേരി സുഗുണനും മാത്രം പ്രവേശനമുള്ള മുറി ഒരു 5 നക്ഷത്ര ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ബാറിന് സമാനമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മുറി. അകത്തേക്ക് കയറിയ പ്രഭാകരൻ ഷെൽഫിൽ നിന്നും ഗ്ലെൻഫിഷ് 125 ഇയേഴ്സ് എന്നെഴുതിയ സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി 3 ഗ്ലാസ്സിലേക്ക് പകർന്നു. ഗ്ലാസുകൾ ഉയർത്തി ചിയേഴ്സ് പറഞ്ഞ് ഒരേ സമയം ഗ്ലാസുകൾ ചുണ്ടോട് ചേർത്തു. എന്നാലും നമ്മുടെ പണിക്കാരോട് ആരാവും ഇത് ചെയ്തത്? പ്രായം 60 കഴിഞ്ഞെങ്കിലും എന്തിനും പോന്ന ഒറ്റയാൻ, പ്രേമൻ പറഞ്ഞു. ശരിയാ, പണിക്കര് ചേട്ടൻ ആളൊരു ഒറ്റയാൻ തന്നെയായിരുന്നു. 2 വർഷം മുമ്പ് പാർട്ടിയിൽ എനിക്കെതിരെ സംസാരിച്ച ഒരുത്തനെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പണിക്കര് ചേട്ടൻ വെട്ടി പൂളിക്കളഞ്ഞു. അതിൻ്റെ പേരും പറഞ്ഞ് അവനെ ബലിദാനിയാക്കി പാട്ടപ്പിരിവ് നടത്തി കിട്ടിയതിൻ്റെ 3/4 പങ്കും ഞങ്ങൾക്ക് 2 തന്ന് പങ്കിട്ടെടുത്തു. രവീന്ദ്രൻ പറഞ്ഞു. പ്രഭാകര, താനെന്താ ഒന്നും മിണ്ടാത്ത? പ്രേമൻ ചോദിച്ചു. ഒരു ഫയൽ ടേബിളിൻ്റെ മുന്നിലേക്കിട്ട് ഇരിങ്ങേരി പ്രഭാകരൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അക്ഷരാഭ്യാസമുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്ക്. മീഡിയയ്ക്ക് പോലും കിട്ടാത്ത പണിക്കരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നേരിട്ട് മുട്ടിയാൽ ജയിക്കാനാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാവണം മയക്കുമരുന്ന് നൽകി ആദ്യം ഉറക്കിയത്. മൽപ്പിടുത്തം നടന്ന ഒരു ലക്ഷണവും ബോഡിയിലില്ല. പക്ഷെ ശരീരത്തിലെ ഓരോ അംഗങ്ങളും വെട്ടിമുറിക്കുമ്പോൾ പണിക്കർ പച്ച ജീവനോടെ സ്വബോധത്തോടെ ആയിരുന്നു. ശരീരത്തിലാകെ 38 വെട്ടുകൾ. കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ആയുധം കൽമഴു. കഴുത്ത് വെട്ടി മാറ്റിയിരുന്നു. പോലീസിന്റെ FIR രാത്രിയിലേ കിട്ടൂ. അപ്പോഴേക്കും സുഗുണനും എത്തും. ഓ, അപ്പോൾ സഖാവ് പുന്നേരി ഇന്നെത്തുമോ? രവീന്ദ്രനായിരുന്നു അത് ചോദിച്ചത്. പ്രഭാകരനൊന്ന് ഇരുത്തി മൂളുക മാത്രം ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഇടപാടുകളെ പാർട്ടി സെൻട്രൽ ഇന്റലിജൻസ് എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശങ്കരദാസിനോട് കാമിനിയുടെ അടിപ്പാവാടയ്ക്ക് പുറകെ പോകുന്നത് സൂക്ഷിച്ചു മതിയെന്ന് പറയണം. ബാക്കിയൊക്കെ സഖാവ് വന്നിട്ട്. രവീന്ദ്രൻ പതിയെ എഴുന്നേറ്റ് നിന്നു. മൈപ്പാടി രവീന്ദ്രൻ, കാസർഗോഡ് മംഗലാപുരം ബോർഡർ, കുമ്പളിയിൽ ജനനം. കേരള രാഷ്ട്രീയത്തിലൂടെ വളർന്ന് മംഗലാപുരത്തെ നിയന്ത്രിക്കുന്ന IJP പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. രാംകുമാർ പൂജാരിയുടെ വിശ്വസ്തനായി ഒടുവിൽ പാർട്ടിക്ക് കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കുവാനുള്ള ശ്രമം. എന്നാൽ ബുദ്ധിമാനായ രവീന്ദ്രൻ കേരളത്തിലെ 2 മുന്നണി നേതാക്കളുമായി രഹസ്യബന്ധം സ്ഥാപിച്ചു. അവർക്ക് ആവശ്യമായ അറിവുകാരെ സപ്ലൈ ചെയ്തും ഏതെങ്കിലും ഒരു നേതാവ് സമ്മർദ്ദത്തിലാവുമ്പോൾ മതലഹള ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി അനുഭാവിയെ ബലി നൽകിയോ രവീന്ദ്രൻ തിരശീലയ്ക്ക് പിന്നിൽ ശക്തനായി വളർന്നു. എന്നാ സഖാവെ, ഞങ്ങൾ ഇറങ്ങുന്നു. കണ്ണൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു തരാം, പണിക്കരുടെ ചാവിൽ ഞങ്ങളിൽ ഒരാൾക്കും പങ്കില്ല. ഇത് മറ്റെന്തോ കണക്ക് തീർപ്പാണ്, പ്രേമം പറഞ്ഞു.
എന്തായാലും സുഗുണം കൂടി വരട്ടെ, ബാക്കിയെല്ലാം പിന്നെ, പ്രഭാകരൻ പറഞ്ഞു. ഇരുവരും തിരികെ യാത്രയായി. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു കാണും. നിലയ്ക്കാത്ത ജനപ്രവാഹത്തിന് നടുവിലേക്ക് പോലീസ് ജീപ്പുകൾ പാഞ്ഞെത്തി. കൂടി നിൽക്കുന്ന ജനങ്ങളെ ഒതുക്കി നിർത്തി ആ വഴിയിലൂടെ ഒരു കറുത്ത കിയ കാർണിവൽ പതിയെ മുന്നോട്ട് വന്നു. തെളിഞ്ഞു നിന്ന ആകാശം കറുത്തിരുണ്ടു. ഭൂമി കുലുക്കിക്കൊണ്ടൊരു വെള്ളിടി വെട്ടി. വന്നിറങ്ങിയവന്റെ കരുത്ത് കാണിക്കാനെന്ന പോലെ മഴത്തുള്ളികൾ മണ്ണിലേക്ക് പതിച്ചു. വെളുത്ത മുണ്ടും ഷർട്ടും വേഷം ധരിച്ച് ഒരുവൻ പുറത്തേക്കിറങ്ങി. കുടയുമായി വന്ന പോലീസുകാരനെ തട്ടിമാറ്റി അയാൾ മുന്നോട്ട് നടന്നു. ഒരു നിമിഷം പണിക്കരുടെ പേരിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ വന്നിറങ്ങിയവന് വേണ്ടിയായി. പിന്നിലേക്ക് ചീകി വെച്ചിരിക്കുന്ന നരച്ച മുടിയിഴകൾ. സഖാവ് പുന്നേരി സുഗുണൻ, കേരള മുഖ്യമന്ത്രി. സുഗുണനെ കണ്ടതും പത്രക്കാർ അവിടേക്ക് ഓടിയെത്തി. സാർ, കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കണ്ടെത്താൻ വിദേശത്ത് പോയ അങ്ങ് ഒരു പാർട്ടി സെക്രട്ടറി കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ തിരിച്ചു വന്നത് ശരിയാണോ? പീപ്പിൾ ചാനൽ റിപ്പോർട്ടർ അനിത നമ്പ്യാർ ചോദിച്ചു. മാറി നിൽക്കങ്ങോട്ട്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സുഗുണന്റെ പ്രതികരണം. അകത്ത് മരവിച്ച് കിടക്കുന്നത് ജീവിതം മുഴുവനും പാർട്ടിക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച ഒരുവനാണ്. അങ്ങനെയുള്ള ഒരാളെ പറ്റി വേണ്ടാത്തത് വല്ലതും പറഞ്ഞാൽ കേട്ടു നിന്നെന്ന് വരില്ല. ഇത്രയും പറഞ്ഞ അയാൾ അകത്തേക്ക് കയറി. ഹാളിൽ ചില്ലുപെട്ടിയിൽ ചുവന്ന കൊടിയിൽ പൊതിഞ്ഞു വെച്ച പണിക്കരുടെ ശരീരത്തിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു സുഗുണൻ. പതിയെ തിരിഞ്ഞ് പ്രഭാകരനൊപ്പം അകത്തേക്ക് കയറിയ സുഗുണൻ ടേബിളിലിരുന്ന മദ്യം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു. പ്രഭാകര, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. മറ്റന്നാൾ രാത്രി കുളമാവിലെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കാണണം. അവരെ കൂടി വിളിക്കണം, സുരേന്ദ്രനെയും പ്രേമനെയും. വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു സുഗുണന്റെ ശബ്ദത്തിൽ. അന്ന് രാത്രി 11:30 പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം. ചെങ്ങറ ബാറിൽ നിന്നും പുറത്തിറങ്ങിയ സജീവൻ തൻ്റെ ബൈക്കുമായി റെയിൽവേ ക്രോസ് ചെയ്ത് പതിയെ മുന്നോട്ട് പോയി. ടാറിങ് അവസാനിച്ച റോഡിൽ നിന്നും ചെമ്മൺ പാതയിലേക്ക് കയറിയ ബൈക്ക് ഇടതുവശത്തേക്ക് വെട്ടി. ബാലൻസ് നഷ്ടപ്പെട്ടവൻ ബൈക്കിനൊപ്പം നിലത്തേക്ക് വീണു. ഹെൽമറ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് തല നിലത്തിടിച്ച് ബോധം നഷ്ടപ്പെട്ടു തുടങ്ങി. അവൻ കണ്ടു തൻ്റെ നേരെ നടന്നെടുക്കുന്ന നിഴൽ രൂപങ്ങളെ. തിരുവനന്തപുരം കാര്യവട്ടം ബ്ലൂ സ്കൈ ബിൽഡേഴ്സിന്റെ ലക്ഷറി അപ്പാർട്ട്മെന്റ്. സമയം രാത്രി 12:30. മങ്ങിയ ബെഡ്ലാമ്പിന്റെ നീല വെളിച്ചത്തിൽ ശങ്കർദാസ് പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് വലിച്ചു നീക്കി. എയർ കണ്ടീഷന്റെ തണുപ്പ് അയാളുടെ വികാരങ്ങളെ ഒന്നുകൂടി ഊറ്റം കൊള്ളിച്ചു. തനിക്കരികിലായി കിടക്കുന്ന നഗ്നമേനിയിൽ അയാളുടെ കൈവിരലുകൾ ഒഴുകി നടന്നു. ഉയർന്നു പോകുന്ന മാറിടങ്ങളിലേക്ക് അയാൾ മുഖം പൂഴ്ത്തി. ചുണ്ടുകൾ കൊണ്ട് ആ പെണ്ണുടലിൽ ഉരുണ്ടുകൂടിയ ഉപ്പുരസം അയാൾ ഒപ്പിയെടുത്തു. വികാരത്തിന്റെ ഉയർച്ചയിൽ ആ പെൺശരീരം വില്ലുപോലെ വളഞ്ഞു. ഉയർന്നു കേട്ട രതിമൂർച്ചയുടെ അവസാനത്തിൽ ശങ്കർദാസ് അവളുടെ നിറമാറിൽ തളർന്നു വീണു. വെള്ളിനൂല് പോലുള്ള അയാളുടെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, സാർ, നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ശരീരത്തെ അല്ലാതെ മനസ്സിനെ സ്നേഹിച്ചിട്ടുണ്ടോ? മൗനമായിരുന്നു ശങ്കർദാസിന്റെ മറുപടി. എന്നെ ഉപയോഗിച്ച്, എൻ്റെ പൊസിഷൻ ഉപയോഗിച്ച് താങ്കളും പൊളിറ്റിക്സിലെ കിങ് മേക്കേഴ്സും എത്ര ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. പക്ഷേ ഒരു പെണ്ണെന്നുള്ള നിലയിലെ പരിഗണന എനിക്ക് കിട്ടണം സാർ. കടൽ കടന്നു വരുന്ന ഒരാൾക്ക് മുന്നിലും തുണി അഴിക്കാൻ ഈ കാമിനിയോട് പറയരുത്. ഡോൺ വറി ഡിയർ, ഞാൻ ഈ കാര്യം വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഏറിയാൽ 6 മാസം പൊളിറ്റിക്കൽ സെക്രട്ടറി ശങ്കർദാസ് കാമിനി സുന്ദറിനെ നിയമപരമായി സ്വന്തമാക്കും. ശങ്കറിന്റെ നെറ്റിയിൽ അവളൊന്ന് അമർത്തി ചുംബിച്ചു. കാമിനി, എന്തായി നിന്റെ കൺസൈൻമെന്റ്? ശങ്കർ ചോദിച്ചു. രാവിലെ വരുന്ന ദുബായ് ഫ്ലൈറ്റിൽ 8 കിലോ സാധനം ഉണ്ടാവും, കാമിനി പറഞ്ഞു. ദാറ്റ്സ് മൈ ഗേൾ. ഇത്രയും പറഞ്ഞ ശങ്കറിന്റെ കറുത്ത ചുണ്ടുകൾ കാമിനിയുടെ ചുവന്നു തടിച്ച അതിരങ്ങളെ കവർന്നെടുത്തു. ശങ്കർദാസ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യന്റെ വിശ്വസ്തൻ, പുന്നേരി സഖാവിന്റെ എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൽ എന്ന് തന്നെ പറയണം. കാമിനി സുന്ദർ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളവൾ. എന്നാൽ ഇന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥാപനമായ വിദേശ നിക്ഷേപ സംരംഭത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. സമയം 3:15 പുലർച്ചെ തിരുവനന്തപുരം എയർപോർട്ട്. കസ്റ്റംസ് ഓഫീസർ പ്രയാഗ് ഗുപ്തയുടെ മൊബൈലിൽ 4 അക്ക നമ്പറിൽ നിന്നുള്ള കോൾ വന്നു. ഗുഡ് മോർണിംഗ്, സീനിയർ കസ്റ്റംസ് ഓഫീസർ പ്രയാഗ് ഗുപ്ത ഹിയർ. ഗുഡ് മോർണിംഗ് ഓഫീസർ, ഐ ആം ഹിയർ ടു മേക്ക് യുവർ ഡേ സ്പെഷ്യൽ. ദർ ഇസ് എ ടിപ്പ് ഫോർ യു. 4:30 ലാൻഡ് ചെയ്യുന്ന ദുബായ് ഫ്ലൈറ്റിൽ പാസഞ്ചർ നെയിം അഫീർ അഹമ്മദ് എന്ന അയാളുടെ കൈവശം 12 കിലോ ഗോൾഡ് ഉണ്ട്. അയാളുടെ സൂട്ട് കേസ് ഗ്രീൻ ചാനൽ ക്ലിയറൻസ് ആവും. ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് ഓഫീസർ. ഹലോ. പ്രയാഗ് എന്തെങ്കിലും ചോദിക്കും മുമ്പ് ഫോൺ ഡിസ്കണക്റ്റ് ആയി. ഗ്രീൻ ചാനൽ ക്ലിയറൻസ് ഉള്ള ഒരാളുടെ ബാഗേജ് ചെക്ക് ചെയ്യുക, അഥവാ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ചിലപ്പോൾ തൻ്റെ ജോലി വരെ തെറിക്കും. പ്രയാഗ് ആശയക്കുഴപ്പത്തിലായി. ഒടുവിൽ അഫീർ അഹമ്മദ് എന്ന പാസഞ്ചറിനെ ചെക്ക് ചെയ്യുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ അരികിലായി പ്രയാഗ് ഉണ്ടായിരുന്നു. അഫീർ അഹമ്മദ് ഇന്ത്യൻ കൗൺസിലേറ്റിലെ ഉദ്യോഗസ്ഥൻ. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന അഫീറിനെ സ്വീകരിച്ചുകൊണ്ട് പ്രയാഗ് കൈ മുന്നോട്ട് നീട്ടി. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ കസ്റ്റംസ് ഓഫീസർ പ്രയാഗ് ഗുപ്ത. ഞങ്ങൾക്കൊന്ന് സാറിൻ്റെ ബാഗേജ് ചെക്ക് ചെയ്യണം. അതിനെന്താ മിസ്റ്റർ ഓഫീസർ? തൻ്റെ ഹാൻഡ് ബാഗ് പ്രയാഗിനെ നേരെ നീട്ടിക്കൊണ്ട് അഫീർ പറഞ്ഞു. ഇതല്ല അഫീർ, ഗ്രീൻ ചാനൽ വഴി വരുന്ന താങ്കളുടെ സൂട്ട് കേസാണ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. അഫീറിൻ്റെ മുഖത്തെ പുഞ്ചിരി മറയുന്നത് പ്രയാഗ് കണ്ടു. ഒപ്പം നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്നതും.
അന്ന് രാവിലെ നാഷണൽ മീഡിയയിലടക്കം എയർപോർട്ടിലെ സ്വർണ്ണവേട്ടയായിരുന്നു വാർത്ത. തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണവേട്ട. ഇന്ത്യൻ കൗൺസിലേറ്റ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. സ്വർണ്ണക്കടത്തിന് പിന്നിൽ രാഷ്ട്രീയ വൻപന്മാരുമുണ്ടെന്ന് സൂചന. പീപ്പിൾസ് ചാനൽ ന്യൂസ് റീഡർ അടുത്ത ഹെഡിങ്ങിലേക്ക് കടന്നു. കൂട്ടിലിട്ട വിരികിനെ പോലെ ശങ്കർദാസ് കാമിനിയുടെ ഫ്ലൈറ്റിൽ ഇരിപ്പുറയ്ക്കാതെ നടന്നു. മാൻ, കൂൾ ഡൗൺ, അല്ലെങ്കിൽ BP കൂടി വല്ല സ്ട്രോക്കും വരും. കാമിനി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അടിക്കടി ഉന്നാര മോളെ, നിനക്കറിയില്ല ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന്. ശങ്കർദാസിന്റെ ശബ്ദത്തിൽ തീപ്പൊരി ചിതറി. മര്യാദക്ക് സംസാരിക്കണം. 10 രൂപയ്ക്ക് കിടക്കാമെന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല ഞാൻ. ഈ ബിസിനസ്സിൽ നിങ്ങൾക്കുള്ള അത്രയും റിസ്ക് എനിക്കുണ്ട്. സോ വി വിൽ സീ വാട്ട് നെക്സ്റ്റ്. മൂർച്ചയുള്ളതായിരുന്നു കാമിനിയുടെ വാക്കുകൾ. ബോധം വരുമ്പോൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു സജീവൻ. നെറ്റിയിലെ മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. കട്ടിലിൻ്റെ അടുത്തുള്ള ടേബിളിൽ ഒരു കുറിപ്പും. സജീവൻ, നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്ന് കബോർഡിലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ റെഡിയാണ്. തമ്മിൽ കാണാൻ ഇനി അല്പസമയം കൂടി. എൻജോയ് യുവർ മൊമെന്റ്. ഇതായിരുന്നു കുറിപ്പ്. വാതിൽ തുറന്ന ഹാളിലെത്തി സജീവൻ കണ്ടു ടേബിളിൽ അടച്ചു വച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. മുൻവാതിൽ ലോക്കാണെന്ന് മനസ്സിലായ അയാൾ ജനൽ വഴി പുറത്തേക്ക് നോക്കി. ചുറ്റിനും വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ, മറ്റു മരങ്ങളും. ചുറ്റുവട്ടത്ത് മറ്റൊരു വീട് അയാൾക്ക് കാണാൻ സാധിച്ചില്ല. ഭക്ഷണം കഴിച്ച സജീവൻ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. അടുത്ത ദിവസം രാത്രി ഉളമാവിലെ ഗസ്റ്റ് ഹൗസ്. സമയം 10:30. എന്താ സഖാവേ പ്രശ്നം? പ്രേമൻ ചോദിച്ചു. താൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? ഇന്നലെ രാവിലെ മുതൽ നാട്ടിലെ സകല ന്യൂസ് ചാനലിലും സ്വർണ്ണക്കടത്ത് വാർത്ത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയ പ്രമുഖരുടെ പങ്കെന്നും പറഞ്ഞ് വേറെ വേറെ ദേവന്മാരും. ഇരിങ്ങേരി പ്രഭാകരൻ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന്. എണ്ണയിൽ വറുത്തെടുത്ത കോഴിക്കാൽ കടിച്ചു പറിച്ചുകൊണ്ട് മൈപ്പാടി രവീന്ദ്രൻ പറഞ്ഞു. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. വന്നിറങ്ങിയ മഞ്ഞലോഹത്തിന്റെ കണക്ക് ഈ സംസ്ഥാന ബഡ്ജറ്റിന് മുകളിൽ വരും. കാറ്റാടി യന്ത്രത്തിന്റെ പേരിൽ കട്ടുമുടിച്ചതിന്റെ കഥ പുറത്തു വരാതിരിക്കാൻ ഹരിതയ്ക്കും പിന്നെ മുഖ്യമന്ത്രി 4K വീഡിയോ മുക്കാനും ചെലവാക്കിയ കോടികൾ ഈ ലോഹം വിറ്റുണ്ടാക്കിയതാ. അന്യസംസ്ഥാനത്തെ പെണ്ണൊരുത്തി ബാറിലെ ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ എഴുതി കൊടുത്ത് അറബി നാട്ടിൽ വെച്ച് വയറ്റിലുണ്ടാക്കി നാട്ടിലേക്ക് മുങ്ങിയ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ജനിതക പരിശോധന മുക്കാനും ഈ പണമാണ് ഒഴുക്കിയത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ എനിക്കെതിരെ തിരിയുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നുകളാ. പുന്നേരി സുഗതൻ സഖാവിന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ഒരു നിമിഷം അവിടെ നിശബ്ദമായി. എന്തോ പറയാനൊരുങ്ങിയ സുഗതന്റെ മൊബൈൽ ശബ്ദിച്ചു. ഗുഡ് ഈവനിങ് സുഗതൻ, പ്ലീസ് അക്സെപ്റ്റ് മൈ വീഡിയോ കോൾ. ഓൾസോ ടേൺ ഓൺ എനി ന്യൂസ് ചാനൽ. സുഗതൻ റിമോട്ട് ഉപയോഗിച്ച് ന്യൂസ് ചാനൽ സെലക്ട് ചെയ്ത് ഒപ്പം മൊബൈലിൽ വന്ന വീഡിയോ കോളും. ഗുഡ് ഈവനിങ് ഓൾ. ഇപ്പോൾ ഈ ന്യൂസ് കാണുന്ന കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ എല്ലാവരെയും ചാനൽ മാറ്റിക്കോളൂ. കറുത്ത മുഖം മൂടി ധരിച്ചൊരാൾ ക്യാമറയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പറഞ്ഞു. അയാൾക്ക് പിറകിൽ പതിയെ ലൈറ്റ് തെളിഞ്ഞു വന്നു. ഒപ്പം കസാരയിൽ ബന്ധിച്ചിരിക്കുന്ന സജീവന്റെ ചിത്രവും. സജീവനെ കണ്ടതും പ്രേമന്റെ ശബ്ദമുയർന്നു. സജീവൻ നിലമ്പൂർ പാർട്ടി സെക്രട്ടറി. പ്രേമൻ ഉമിനീരിറക്കി. സജീവന്റെ പിറകിൽ മുഖം മൂടി ധരിച്ച 4 പേർ കൂടിയുണ്ടായിരുന്നു. കൂടുതൽ വിചാരണയില്ല. നിലമ്പൂർ പാർട്ടി ഓഫീസിൽ ഇവന്റെ കാമപേക്കൂത്തുകൾക്കിരയായ ഒരു സാധു സ്ത്രീയുടെ ആത്മാവിനു വേണ്ടി, ഒപ്പം ഇവന്റെ ലാഭത്തിനു വേണ്ടി കൊൽക്കത്തയിലും മുംബൈയിലും ചുവന്ന തെരുവിൽ ജീവിതം ഹോമിക്കപ്പെട്ട പാവം പെൺകുട്ടികൾക്ക് വേണ്ടി. പറഞ്ഞു തീർന്നതും അയാൾ നിലത്തിരുന്ന കൽമഴുകൊണ്ട് കാൽപാദത്തിന് ആഞ്ഞുവെട്ടി. സജീവന്റെ ഓരോ അവയവങ്ങളും വെട്ടിനുറുക്കി. ഒടുവിലവന്റെ അറ്റുതൂങ്ങിയ കഴുത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് മുഖം മൂടി ധരിച്ച അയാൾ പറഞ്ഞു. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ടു അവർ സൊസൈറ്റി. വി ആർ ഓൺ ദ വാർ എഗൈൻസ്റ്റ് ദിസ് പൊളിറ്റിക്കൽ അജണ്ട. ചോര മരവിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവാതെ മറ്റുള്ളവർ മുഖം തിരിച്ചപ്പോൾ കണ്ണിമ ചിമ്മാതെ ചുവരിലെ വലിയ സ്ക്രീനിൽ ആ വീഡിയോ മുഴുവനും കണ്ട് പുന്നേരി സുഗതൻ. വീഡിയോ അവസാനിച്ച ചാനലുകളിൽ നിമിഷങ്ങൾക്കുള്ളിൽ സജീവന്റെ കൊലപാതകം ചർച്ചാ വിഷയമായി. ഒരേ സമയം ഭരണമുന്നണിയെ സമ്മർദ്ദത്തിലാഴ്ത്തി 3 കാര്യങ്ങൾ സംഭവിച്ചു. പണിക്കരുടെയും സജീവന്റെയും കൊലപാതകങ്ങൾ, എയർപോർട്ടിലെ സ്വർണ്ണക്കടത്ത്. പ്രതിപക്ഷ അണികൾ തെരുവിലിറങ്ങി. പക്ഷെ ഇതൊന്നും പുന്നേരി സുഗതന് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. DGP തരകനും മറ്റു പോലീസ് ഉന്നതരുമടങ്ങുന്ന മീറ്റിംഗിലായിരുന്നു അയാൾ. സാർ, കാസർഗോഡ് നടന്ന പണിക്കാരുടെ കൊലപാതകവും നിലമ്പൂരിൽ നടന്ന സജീവന്റെ കൊലപാതകവും ചെയ്തിരിക്കുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കില്ലിംഗ് മെത്തേഡ് ഒരേപോലെയാണ്. കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്നത് കൽമഴു. നോ ഫിംഗർ പ്രിന്റ്, നോ CCTV വിഷ്വൽ. സ്നിഫർ ഡോഗിനെ വഴിതെറ്റിക്കാൻ റൂം ഫ്രഷ്നറുകളും ബോഡി ഡിയോഡറന്റും സ്പ്രേ ചെയ്തിരുന്നു. ദേ ആർ വെരി ബ്രില്യൻസ്. ഇതൊരിക്കലും പൊളിറ്റിക്കൽ റിവെഞ്ച് അല്ല, മറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല DGP സാറേ, ഈ സിനിമാ കഥ പറയാനാണെങ്കിൽ ഞാൻ വല്ല കൊറിയൻ മൂവിയും കണ്ടാൽ പോരെ? എന്തായി നിങ്ങളുടെ അന്വേഷണം? അത് പറയൂ, സുഗതൻ ചോദിച്ചു. സാർ, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് പറ്റുന്നതുപോലെ തിരയുന്നുണ്ട്, തരകം പറഞ്ഞു. വാഴയ്ക്കാണ്. കൊണ്ടുപോയി ചാണക്ക് വെക്കടോ നിന്റെ ഈ ഫോഴ്സിനെ. കേസ് അന്വേഷിക്കാൻ വേറെ പിള്ളേര് വന്നോളും. മറ്റന്നാൾ ഉച്ചയ്ക്ക് മുന്നേ അവൻ തൻ്റെ അടുത്ത് എത്തിക്കോളും. എല്ലാം വാരിക്കെട്ടി വരുന്നവനെ ഏൽപ്പിച്ചേക്ക്. മറുപടി കേൾക്കാൻ നിൽക്കാതെ സുഗതൻ പുറത്തേക്ക് നടന്നു. പുല്ലൻ. ഒരേ സമയം 2 തോണിയിൽ കാല് വെക്കുന്ന റാസ്കൾ. തരകൻ അണപ്പല്ലുകൾ ഞെരിച്ചു.
എൻഫോഴ്സ്മെന്റ് ഓഫീസ് തിരുവനന്തപുരം. ഇൻട്രോഗേഷൻ റൂമിൽ ഹഫീർ അഹമ്മദ് തളർന്നിരുന്നു. അറിയാവുന്നതെല്ലാം ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ അയാൾ പറഞ്ഞിരുന്നു. പ്രായാഗ് അപ്പോൾ തന്നെ തൻ്റെ ചീഫിനെ വിവരങ്ങൾ അറിയിച്ചിരുന്നു. സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെടാൻ ഉന്നതരായതുകൊണ്ട് അറസ്റ്റ് വൈകുമെന്ന് വിവരം കിട്ടി. ഇതേസമയം സുഗതൻ ശങ്കർദാസിനോട് സംഭവിച്ചതെന്തെന്നുള്ള വിശദീകരണം തേടുകയായിരുന്നു. സാർ, ഞങ്ങളെല്ലാം സൂക്ഷിച്ചാണ് പ്ലാൻ ചെയ്തത്. ഇത്രയും സെൻസിറ്റീവായ കാര്യമായതുകൊണ്ട് ഞാനും കാമിനിയും മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ശങ്കര, കാമിനിയുടെ ഇടുപ്പിൻ്റെ ചൂടാവില്ല എൻ്റെ പകയ്ക്ക്. അമേരിക്കയിൽ സായിപ്പിന് കണക്ക് പറഞ്ഞു കൊടുക്കുന്ന തൻ്റെ മക്കളെ അടക്കം ഞാൻ പച്ചയ്ക്ക് കൊളുത്തും. ഒന്നും കൊല്ലിച്ചു മറപ്പ് മാറി എനിക്ക് നീ എന്ന കീടത്തെ ഇല്ലാതാക്കാൻ മുക്കാചക്രത്തിൻ്റെ ഗുണ്ടകൾ വേണ്ട. അത് ഈ സുഗതൻ ഒറ്റയ്ക്ക് ചെയ്യും. ഇല്ല സാർ, ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സുഗതൻ ഒന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു. രാത്രി സമയം 9:40. മാഹി പാലത്തിൻ്റെ അടിയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന മനുഷ്യൻ ഒന്ന് പിടഞ്ഞ് പാലത്തിനടിയിലെത്തിയ ചെറിയ തോണിയിലേക്ക് അയാൾ ഇറക്കി കിടത്തി. അപ്പോഴേക്കും കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അയാൾ തോണിയിലിരിക്കുന്ന കറുത്ത മുഖം മൂടി ധരിച്ചയാളെ ദയനീയമായി ഒന്ന് നോക്കി. ധർമ്മടം ദ്വീപ് തുരുത്തുകളിൽ ഒന്നിലാ തോണി അടുത്തു. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ആളെ തുരുത്തിൽ നിന്നും പുറത്തേക്ക് വന്ന 4 പേർ ചേർന്ന് പടർന്നു നിൽക്കുന്ന കണ്ടൽ ചെടികൾക്കിടയിലേക്ക് കൊണ്ടുപോയി. ഒഴിവ് സമയങ്ങളിൽ ഒത്തുകൂടാൻ ആരോ നിർമ്മിച്ച ചെറിയൊരു ഓലപ്പുരയിൽ ഒരു ടേബിളും കസാരയും സെറ്റ് ചെയ്തിരുന്നു. അതിന് നടുവിലായി ഒരു ക്യാമറയും. അകത്തേക്ക് കയറിയ ചെറുപ്പക്കാർ അയാളെ കസാരയിലിരുത്തി. കൈകൾ പുറകിലേക്ക് വലിച്ചു കെട്ടി, കാലുകൾ കസാരയോട് ചേർത്ത് കെട്ടി. ക്യാമറ ഓൺ ചെയ്ത് അവർ അയാളുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. ഇരുട്ടിൽ നിന്നും മുഖം മൂടി ധരിച്ച ഒരുവൻ അയാളുടെ മുന്നിലേക്ക് കയറി വന്നു. കുമ്പളക്കാരൻ ഗിരിപ്രസാദ്, പൂജാരി, മേപ്പാടി രവീന്ദ്രൻ്റെ മലബാർ മേഖലയിലെ അറവുകാരുടെ നേതാവ്, ഭൂമിയിൽ ദൈവമുണ്ടാക്കിയ ജീവൻ ഒരു പുൽനാമ്പ് പോലെ ചവിട്ടി മെതിക്കുന്നവൻ, പ്രാണൻ പറഞ്ഞു പോകുന്ന കരച്ചിൽ ഒരു മെറ്റാലിക് സംഗീതം പോലെ ആസ്വദിക്കുന്നവൻ. പൂജാരി, ഇന്ന് തീരുന്നു നിന്റെ ഭൂമിയിലെ വിസ വാലിഡിറ്റി. ചാവുന്നതിന് മുമ്പ് നീ ഇതുകൂടി കേട്ടോ. 10 വർഷം മുമ്പ് മാങ്കുളം കടവ് മതലഹളയുടെ മറവിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകളെ പ്രണയിച്ച ഒരു 20-കാരനെ കൈ മഴുവിനെ നെഞ്ചു വെട്ടിപ്പിളർത്തി കൊന്നില്ലേ? ഇതവൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി. ഏകമകൻ നെഞ്ചു പിളർന്നു കിടക്കുന്ന കാഴ്ചയിൽ ഭ്രാന്താശുപത്രിയുടെ ചുവരുകൾക്കുള്ളിൽ ജീവിതം തളയ്ക്കപ്പെട്ട ഒരമ്മയ്ക്ക് വേണ്ടി. പറഞ്ഞു തീർന്നതും അയാളുടെ കയ്യിലിരുന്ന കൈമഴു പൂജാരിയുടെ നെഞ്ചിൻ കൂട് പിളർന്ന് കടന്നുപോയി. കലി തീരാതെ വീണ്ടും വീണ്ടും ആ മഴു ഉയർന്നു താണു. പിളർന്നു മാറിയ നെഞ്ചിൽ കൂട്ടിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകി പടർന്നു. ക്യാമറ തനിക്ക് നേരെ ഫോക്കസ് ചെയ്ത് മഴു തോളിൽ തൂക്കിയിട്ടുകൊണ്ട് അവൻ പറഞ്ഞു, മൈപ്പാടി രവീന്ദ്രൻ, നിന്റെ അറവുകാരിൽ ഒന്നേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള ഓരോന്നായി ഞാൻ തീർക്കും, ഒടുവിൽ നിന്നെയും. റെക്കോർഡിംഗ് ഓഫ് ചെയ്ത് ക്യാമറയുമായി അവൻ പുറത്തേക്ക് നടന്നു. അടുത്ത ദിവസം രവീന്ദ്രൻ ഉറക്കമുണർന്നത് പൂജാരിയെ കൊല്ലുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ്. നിമിഷങ്ങൾക്കകം രവീന്ദ്രൻ സുഗതൻ്റെ വസതിയിലേക്കെത്തി വീഡിയോ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തു. അതേസമയം തന്നെ പുറത്ത് കർണാടക രജിസ്ട്രേഷനുള്ള ഒരു കറുത്ത മഹീന്ദ്ര XUV 700 ഇരമ്പി നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തിറങ്ങിയ ആളോട് എന്തോ ചോദിക്കാനൊരുങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ ID കാർഡ് നീട്ടി. അഭിനവ് രാമാനുജം IPS. സോറി സാർ, ആളറിയാതെ, കോൺസ്റ്റബിൾ പതർച്ചയോടെ പറഞ്ഞു. ഹേ ലീവ് ഇറ്റ് മാൻ. എവിടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പുന്നേരി സുഗതൻ? രാമാനുജൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വരൂ സാർ. കോൺസ്റ്റബിളിൻ്റെ ഒപ്പം അകത്തേക്ക് കയറിയ അയാൾ. സാർ, മേ ഐ കമിൻ? വാതിൽ മുട്ടിക്കൊണ്ട് രാമാനുജൻ ചോദിച്ചു. യെസ്, കമിൻ മിസ്റ്റർ അഭിനവ് രാമാനുജം. കൃത്യസമയത്താണ് താങ്കളുടെ എൻട്രി. സുഗതൻ രാമാനുജത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ സാർ, പുതിയ ഡെവലപ്മെൻ്റ് എന്തെങ്കിലും? രാമാനുജൻ ചോദിച്ചു. ഉണ്ടടോ, ഇന്നലെ രാത്രി 3ാമത്തെ കൊലപാതകം കൂടി. രവീന്ദ്ര, നോക്കി നിൽക്കാതെ ആ വീഡിയോ രാമാനുജത്തിന് കാണിച്ചു കൊടുക്ക്. രവീന്ദ്രൻ്റെ കണ്ണുകൾ രാമാനുജത്തെ ചുഴിഞ്ഞെന്ന് നോക്കി. രവീന്ദ്രൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങി രാമാനുജം വളരെ ശ്രദ്ധയോടെ ആ വീഡിയോ മുഴുവനും കണ്ടു. ഫോൺ തിരികെ നൽകിയ അയാൾ സുഗതനെ നോക്കി. രാമാനുജം, ഇത് മെയ്പ്പാടി രവീന്ദ്രൻ, IGPയുടെ. സുഗതനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ രാമാനുജം പറയാൻ തുടങ്ങി. അറിയാം സാർ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററിൽ പറന്നു കളിച്ച് മഞ്ഞൾ വിറ്റ ചേച്ചിയെ പറ്റിച്ച് പുഷ്പം പോലെ 30 കോടി മംഗലാപുരം ബോർഡർ കടത്തിയവൻ. എന്താ രവീന്ദ്രൻ സാർ, ശരിയല്ലേ? രാമാനുജൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശരിയാണ് സാറേ. മംഗലാപുരം ബോർഡർ കടന്നു പോകുമ്പോൾ ആ പെട്ടിയിൽ 30ൻ്റെ പാതിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിതാ ഈ നിൽക്കുന്ന മുഖ്യനടക്കമുള്ളവർക്ക് വീതം വച്ചിരുന്നു. അഭിനവ് രാമാനുജൻ എന്ന നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ വലിപ്പം അളക്കാനല്ല. തന്നമണി വെടിപ്പായി ചെയ്ത് തിരിച്ചു പോവുക, അല്ലാതെ എൻ്റെ ഭൂതകാലം ചെയ്യാൻ ശ്രമിക്കരുത്. രവീന്ദ്രൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ചൂടുണ്ടായിരുന്നു. രവീന്ദ്രൻ സാറേ, പണി നന്നായി അറിയുന്നത് കൊണ്ടാണല്ലോ ചിക്കമംഗ്ലൂരിൽ നല്ല കോടമഞ്ഞിൽ ചൂടുള്ള കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് സമാധാനത്തിലിരുന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോഴേ ഭൂതവും ഭാവിയുമൊക്കെ മാന്തിയെന്ന് വരുന്നു. നിർത്തിക്കോ രവീന്ദ്ര, താൻ പുറത്തേക്ക് നിന്നേ, ഞാൻ വിളിക്കാം, സുഗതൻ പറഞ്ഞു. രാമാനുജത്തെ ഇരുത്തി നോക്കി രവീന്ദ്രൻ പുറത്തേക്ക് നടന്നു.
രാമാനുജം, തനിക്ക് തന്ന സ്വീകരണം ശരിയായില്ല. എക്സ്ട്രീംലി സോറി, സുഗതം പറഞ്ഞു. ഹൈ ക്ലാസ് ഡിന്നർ പാർട്ടി കഴിച്ച് പട്ടുമത്തയിൽ എയർ കണ്ടീഷൻ തണുപ്പിൽ ഉറങ്ങുവാനല്ലല്ലോ സാർ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. താങ്കളുടെ പാർട്ടി സെക്രട്ടറി അടക്കം 3 കൊലപാതകങ്ങൾ, അതിൻ്റെ പിന്നിൽ ആരായാലും താങ്കളുടെ മുമ്പിൽ എത്തിയിരിക്കണം. നിയമത്തിൻ്റെ മുമ്പിലല്ല, പാർട്ടി കോടതി വിധിക്കുന്ന മരണശിക്ഷ അങ്ങേക്ക് നടപ്പാക്കാൻ. എനിക്കറിയാം സാർ, രാമാനുജം പുച്ഛം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അഭിനവ് രാമാനുജം, ചിക്മംഗ്ലൂരിലെ കാപ്പിത്തോട്ടങ്ങളുടെ മുതലാളിമാർക്കിടയിൽ തനിക്കൊരു വിളിപ്പേരുണ്ട്, കൊലകമണ്ഡല. മണ്ണേതാണ് സർപ്പമേതാണെന്നറിയാൻ സാധിക്കാതെ വട്ടം ചുറ്റുമ്പോൾ കാലിലെ നാഡിയിൽ വിഷം കടിച്ചിറക്കുന്ന അപകടകാരിയായ സർപ്പം. കാപ്പിത്തോട്ടങ്ങളുടെ മറവിൽ അവർ നടത്തിയ സകല ഇല്ലീഗൽ ബിസിനസ്സും ചാർജ് എടുത്ത് 6 മാസം കൊണ്ട് വെടിപ്പാക്കിയവൻ. പക്ഷേ കന്നഡ മണ്ണിൻ്റെ തണുപ്പല്ല ഇവിടെ. വീശുന്ന കാറ്റിൽ പോലും ചോരയുടെ ചുവപ്പ് കാണും രാമാനുജം. വിഷം ചീറ്റാൻ തല ഉയർത്തും മുമ്പ് ഉടലും തലയും രണ്ടായിട്ടുണ്ടാകും. ഓർക്കുക, ഓർത്താൽ നന്ന്. സുഗതൻ്റെ ശബ്ദത്തിൽ ഒരു താക്കീതുണ്ടായിരുന്നു. മറുപടി ഒരു ചിരിയിലൊതുക്കി രാമാനുജം പറഞ്ഞു. നാളെ വൈകിട്ട് 5 മണിക്ക് സാറിന് പ്രൈമറി എൻക്വയറി റിപ്പോർട്ട് തന്നിരിക്കും വിത്ത് മൈ ടൈം. മറുപടി കാത്തു നിൽക്കാതെ രാമാനുജൻ സല്യൂട്ട് നൽകി പുറത്തേക്ക് നടന്നു. കാറിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറാൻ തുടങ്ങിയ അവൻ്റെ കണ്ണുകൾ ബൈക്കിൽ നിന്നും ഇറങ്ങി വരുന്ന യുവാവുമായി കുരുത്തു. സെക്കൻഡുകൾ ആ കണ്ണുകൾ തമ്മിൽ കോർത്തു നിന്നു. നിലത്ത് വിരിച്ച ചരൽ പുറകിലേക്ക് തെറിപ്പിച്ചുകൊണ്ട് രാമാനുജത്തിൻ്റെ വണ്ടി മുന്നോട്ട് കുതിച്ചു. ബൈക്കിൽ നിന്നും ഇറങ്ങിയവൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി രാജേഷ് ആയിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ന്യൂഡൽഹി. ലുക്ക് ഓഫീസേഴ്സ്, ദിസ് കേസ് നോട്ട് നോർമൽ. Most of the suspects are strong politicians. So this operation must be led by our most efficient officer. Do you have any suggestion, guys? കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്തിൻ്റെ റിപ്പോർട്ട് ഫയൽ ടേബിളിൽ വെച്ചുകൊണ്ട് ED ഡയറക്ടർ ജഗ്മോഹൻ മിശ്ര ചോദിച്ചു. കബീർ അഹമ്മദ്. ഒറ്റ ഉത്തരമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഐ എക്സ്പെക്റ്റഡ്. മിശ്ര ചിരിച്ചുകൊണ്ട് ഇൻ്റർകോം വഴി ഒരുവനോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. നിമിഷങ്ങൾക്കകം കോൺഫറൻസ് ഹാളിൻ്റെ വാതിൽ തുറന്നൊരു ചെറുപ്പക്കാരൻ അകത്ത് കയറി. വെട്ടിയൊതുക്കിയ മീശ, അല്പം നീണ്ട മുഖം, വെളുത്ത നിറം, ടെക്കിൻ ചെയ്തിരിക്കുന്ന ഫുൾ സ്ലീവ് ഷർട്ട്, ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന കോട്ടൺ ഷർട്ടിൽ അവൻ്റെ ആകാരഭംഗി ദൃശ്യമായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് കബീർ. ഐ ഹോപ്പ് യു ഹിയേഴ്സ് ദ ന്യൂസ് അബൌട്ട് ഗേൾസ് സ്മഗ്ലിംഗ് ഇൻ കേരള ലാസ്റ്റ് ഡേ. യെസ് സാർ, ഐ നോ. സോ ദാറ്റ് വിൽ ബി യുവർ ന്യൂ അസൈൻമെൻറ്റ്. ജസ്റ്റ് ബ്രിങ് ദ ബിയർ ട്രൂത്ത്. ഓൾ ദ ബെസ്റ്റ് ജെന്റിൽമാൻ. മിശ്ര ഫയൽ കബീറിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഫയൽ വാങ്ങി അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. കാമിനി എത്രയും വേഗം സേഫ് ഹൗസിലേക്ക് മാറണം. മിക്കവാറും രാത്രി അറസ്റ്റ് ഉണ്ടാകും. അഡ്വാൻസ് ബെയിൽ കിട്ടും വരെ താൻ ഒളിഞ്ഞിരുന്നേ പറ്റൂ. ശങ്കർദാസിൻ്റെ ശബ്ദം മൊബൈലിലൂടെ മുഴങ്ങി കേട്ടു. അപ്പോൾ സാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇതൊന്നും ചെയ്തത്. ഐ ആം ജസ്റ്റ് എ മീഡിയം. നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാനുള്ള ഉപകരണം. സാർ ഒന്നോർത്തോ, ഈ കാമിനി ഒറ്റയ്ക്കാവില്ല ഇരുമ്പഴി എണ്ണുക. കേരള രാഷ്ട്രീയത്തിലെ സകല ഭീഷ്മാചാര്യന്മാരും എനിക്കൊപ്പം കാണും. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു CD അന്വേഷിച്ച് പോലീസുകാർ കോയമ്പത്തൂർ പട്ടണം കാണാൻ പോയ കഥ ഓർമ്മയുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ CDകളും അതിലെ സകല വിവരങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ കാണും. സോ ജസ്റ്റ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഫോൺ ഡിസ്കണക്റ്റായി വിയർപ്പിൽ മുങ്ങിക്കുളിച്ച ശങ്കർദാസ് പുന്നേരി സുഗതനെ നോക്കി. അയാളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ചെന്നായയുടെ കൗശലം ഒളിപ്പിച്ച ചിരി. ഇടുക്കി, പീരുമേട്, സമയം അർദ്ധരാത്രി. തൊഴിലാളി സമരം മൂലം പൂട്ടിപ്പോയ പഴയൊരു തേയില ഫാക്ടറിയിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി കെട്ടിയ നിലയിലായിരുന്നു 3 ചെറുപ്പക്കാർ. അവർക്കിടയിലായി 3 വലിയ ബാരലുകളും ഉണ്ടായിരുന്നു. പതിയെ അവർക്ക് ചുറ്റും തീപ്പന്തങ്ങൾ എരിയാൻ തുടങ്ങി. ടേപ്പ് കൊണ്ട് വായ ഒട്ടിച്ചതിനാൽ അവരുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. തീപ്പന്തങ്ങളുടെ ചുവന്ന വെളിച്ചത്തിൽ അവർ കണ്ടു അവർക്ക് അഭിമുഖമായി ട്രൈപോഡിൽ ക്യാമറ സെറ്റ് ചെയ്യുന്ന മുഖം മൂടി ധരിച്ച രൂപത്തെ. ക്യാമറയ്ക്ക് പിന്നിലായി അവർ 4 പേരും നിലയുറപ്പിച്ചു. അപ്പോഴേക്കും അവർക്കിടയിലേക്ക് മറ്റൊരാൾ കടന്നു വന്നു. ജെയിംസ് അമീൻ കൃഷ്ണദാസ്. ഷോളയാറിൽ 10-12 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ നാളുകളോളം പീഡിപ്പിച്ച് ഒടുവിൽ കൊന്നു കെട്ടിത്തൂക്കിയ മാധ്യമഭാഷയിൽ പറഞ്ഞാൽ പ്രമുഖർ. ഈ കഴപ്പ് തീർക്കാൻ നീയൊക്കെ കാണിച്ച ഒത്തൊരുമ ഈ നാട്ടിൽ നല്ലത് ചെയ്യാൻ കാണിച്ചെങ്കിൽ നീതിക്ക് വേണ്ടി ആ അച്ഛനും അമ്മയും നിൻ്റെയൊക്കെ നേതാവിൻ്റെ കാൽക്കൽ വീഴുന്ന കാഴ്ച കണ്ട് രസിച്ച പാണ്ടി മക്കളെ വാരിയെടുത്ത് അന്ത്യകർമ്മം ചെയ്യാൻ പോലും നിന്നെയൊന്നും ബാക്കി വയ്ക്കില്ല. അയാളുടെ ശബ്ദം ആ കെട്ടിടത്തിൽ ഉയർന്നു കേട്ടു. അപ്പോഴേക്കും അയാൾക്ക് പിന്നിൽ നിന്നവർ അവർക്ക് താഴെ വച്ചിരുന്ന ബാരലുകളുടെ ടോപ്പ് മാറ്റി. ആസിഡിൻ്റെ രൂക്ഷഗന്ധം അവിടെ മാകെ പരന്നു. ഉരുകിത്തീരട്ടെ നിങ്ങളുടെ പാപം. ഇത്രയും പറഞ്ഞവരെ ബന്ധിച്ചിരുന്ന ഇരുമുചങ്ങല പതിയെ താഴ്ത്തിയ അയാൾ. ആസിഡിൽ അവരുടെ കാൽപാദം പതിഞ്ഞതും ഇറച്ചു കരിയുന്ന രൂക്ഷഗന്ധം അവിടെ മാകെ പരന്നു തുടങ്ങി. ക്യാമറ ഓഫാക്കി അയാൾ ആസിഡ് ബാരലിലേക്ക് പതിയെ ഉരുകിത്താഴുന്ന ശരീരങ്ങളെ നോക്കി നിന്നു. എറണാകുളം കളക്ട്രേറ്റ്. ജില്ലാ കളക്ടർ എന്ന ബോർഡുള്ള തൂവെള്ള ഇന്നോവ കളക്ട്രേറ്റ് കോമ്പൗണ്ടിലേക്ക് ഒഴുകിയെത്തി. ഡോറ് തുറന്ന് പുറത്തു വന്ന പുതിയ ജില്ലാധികാരി ഗോവിന്ദ് കൃഷ്ണകുമാറിനെ കണ്ടതും ഒരു പറ്റം ചെറുപ്പക്കാർ കറുത്ത കുടികളുമായി ഓടിയെടുത്തു.
കളക്ടർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിമുഴങ്ങി. ഇങ്ങനൊരു അവസ്ഥ മുൻകൂട്ടി കണ്ടതുകൊണ്ടാവണം പോലീസുകാർ അവർക്കിടയിൽ ഒരു വേലി തീർത്തു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഗോവിന്ദ് ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. ഓഫീസിൽ തന്നെ കാത്തിരുന്ന പഴയ ജില്ലാ മേധാവിയിൽ നിന്നും ചുമതല ഏറ്റുവാങ്ങിയ ഗോവിന്ദ് കസാരയിൽ അമർന്നിരുന്നു. അപ്പോഴും അയാൾക്കെതിരെയുള്ള മുദ്രാവാക്യം വിളി പുറത്തു മുഴങ്ങിക്കൊണ്ടേയിരുന്നു. സാർ, ചീഫ് മിനിസ്റ്റർ സാറിനെ കാണണമെന്ന് പറഞ്ഞു. അകത്തേക്ക് കയറിവന്ന അസിസ്റ്റന്റ് ഗോവിന്ദനോട് പറഞ്ഞു. കുറച്ച് കഴിയട്ടെ, പുറത്ത് പട്ടിക്കൂട്ടങ്ങളുടെ കുര കുറഞ്ഞാൽ നമുക്കിറങ്ങാം. സുഗതൻ സാർ എന്നെ വിളിച്ചിരുന്നു. ഗോവിന്ദ് ചെയറിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ചു പറഞ്ഞു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു. പുറത്തെ ബഹളങ്ങൾ അവസാനിച്ചു. ഗോവിന്ദ് അസിസ്റ്റന്റിന്റെ ഒപ്പം പുറത്തിറങ്ങി. അയാളെയും കാത്ത് പുറത്തു നിന്ന ചാനൽ റിപ്പോർട്ടർമാർ ക്യാമറയും മൈക്കുമായി അയാൾക്കരികിലെത്തി. സാർ, ഇത്രയും പ്രതിഷേധങ്ങൾക്കിടയിൽ സാറിൻ്റെ ഇങ്ങോട്ടുള്ള വരവ് സാധാരണ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു. കൂടാതെ 2 വർഷം മുമ്പ് നടന്ന വാഹനാപകടം, അതിൻ്റെ വിചാരണ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? ഇന്ത്യാനെറ്റ് റിപ്പോർട്ടർ ബെറ്റി കിരണിൻ്റേതായിരുന്നു ചോദ്യം. സർക്കാർ എന്നിൽ വിശ്വാസമർപ്പിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തു തീർക്കുക എന്നതാണ് എനിക്ക് പ്രധാനം. അല്ലാതെ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഞാനില്ല. വളരെ ശാന്തമായി തന്നെയായിരുന്നു ഗോവിന്ദിൻ്റെ മറുപടി. ഓക്കെ സാർ, അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ. താങ്കൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ശ്രീലത IPS മുൻകൈയെടുത്ത് കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തിയ ബ്രാൻഡുകൾക്കെതിരെ എടുത്ത കടുത്ത നടപടികൾ. അത് താങ്കൾ തുടരുമോ? ബെറ്റിയുടെ ചോദ്യത്തിൽ അല്പം പകച്ചെങ്കിലും ഗോവിന്ദ് മറുപടി പറയാൻ തുടങ്ങി. തീർച്ചയായും. എനിക്ക് മുമ്പ് അധികാരത്തിലിരുന്നവർ തുടങ്ങി വച്ചതൊന്നും പാതി വഴിയിൽ ഞാൻ ഉപേക്ഷിക്കില്ല. സാർ, അവസാനമായി ഒരു ചോദ്യം കൂടി. മായം കലർത്തിയ ഭക്ഷ്യവസ്തുക്കളിൽ നിർമ്മിച്ചവരിൽ ഒന്നാമതായി വന്നത് താങ്കളുടെ ഭാര്യയുടെ കമ്പനിയായ വെസ്റ്റേൺ ഫുഡ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇന്നായിരുന്നു ആ സ്ഥാപനം പൂട്ടി സീൽ വെക്കേണ്ട ദിവസം. താങ്കൾ അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ? എൻ്റെ ജോലിക്കിടയിൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല മിസ് ബെറ്റി. ഞാൻ പൊക്കോട്ടെ. TV-യിൽ CM വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഫ്ലാഷ് ചെയ്യാനുള്ള ബൈറ്റ്സ് ഞാൻ തന്നില്ലേ? എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പി ഗോവിന്ദ് കാറിലേക്ക് കയറി. ബീക്കൺ ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഇന്നോവ കാർ മുന്നോട്ട് നീങ്ങി. അഭിനവ് രാമാനുജത്തിൻ്റെ ഓഫീസ്. അഭിനവിന് അഭിമുഖമായി നിരത്തിയിട്ട കസേരകളിൽ 4 പേരുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് CI ബെഞ്ചമിൻ, കാസർഗോഡ് സിറ്റി CI രവീന്ദ്രൻ, സൈബർ വിങ് എക്സ്പെർട്ട് അനുരാഗ്, പിന്നെ ഫോറൻസിക് എക്സ്പെർട്ട് അന്നമ്മ അനു. സോ ഗൈസ്, സ്പെഷ്യൽ റിക്വസ്റ്റ് വാങ്ങിയാണ് നിങ്ങളെ ഞാൻ എൻ്റെ ടീമിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഫോഴ്സിൽ നിങ്ങളുടെ അത്ര എഫിഷ്യൻസായ ഉദ്യോഗസ്ഥരില്ല. തന്നിരിക്കുന്ന മിഷൻ എത്രത്തോളം വിഷമം പിടിച്ചതാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ, രാമാനുജൻ പറഞ്ഞു. യെസ് സാർ, അറിയാം, ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു. ഗുഡ്. അനുരാഗ്, എത്ര കൊലപാതകങ്ങളാണ് നിങ്ങളുടെ അറിവിൽ നടന്നത്? 3, അനുരാഗ് പറഞ്ഞു. അല്ല അനുരാഗ്, 6. രാമാനുജത്തിൻ്റെ മറുപടിയിൽ എല്ലാവരും പരസ്പരം നോക്കി. യെസ്, ഇന്നലെ രാത്രി 3 കൊലപാതകങ്ങൾ കൂടി ഇതാ കണ്ടു നോക്ക്. ലാപ്ടോപ്പ് അവർക്ക് നേരെ തിരിച്ചുകൊണ്ട് രാമാനുജൻ പറഞ്ഞു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന അനുരാഗ് അവസാന ദൃശ്യങ്ങൾ കണ്ട് മുഖം തിരിച്ചു. ഷോളയാർ പീഡന കേസിലെ പ്രതികൾ. ഈ സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ച ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കുന്നു. ബട്ട് ആസ് പെർ ലോ വി ക്യാൻ അലോ എ പാരലൽ എക്സിക്യൂഷൻ സിസ്റ്റം. രാമാനുജൻ വീഡിയോ ഓഫ് ചെയ്ത് പറഞ്ഞു. ഇന്ന് രാവിലെ എനിക്ക് വന്ന വീഡിയോ സന്ദേശമാണ് നിങ്ങൾ കണ്ടത്. കൂടെ ഒരു വാണിംഗും. നമുക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം. ബേഡകത്തെ പണിക്കർ, പവർഫുൾ പൊളിറ്റീഷ്യൻ, ബിസിനസ്മാൻ, മുൻ മന്ത്രി, ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യം വരെ ആവാൻ സാധ്യതയുണ്ടായിരുന്ന ആൾ. ബട്ട് ഫെയ്ത്ത്, പ്രായം 60 കഴിഞ്ഞെങ്കിലും ഒരു ഒറ്റയാൻ്റെ കരുത്തുള്ളവൻ. അത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവണം മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയായിരുന്നു ഓപ്പറേഷൻ. വെൽ പ്ലാൻഡ് അസാസിനേഷൻ. നോ ഫിംഗർ പ്രിന്റ്, നോ CCTV വിഷ്വൽസ്. സ്നിഫർ ഡോഗിനെ വഴിതെറ്റിക്കാൻ റൂം ഫ്രഷ്നറുകളും പെർഫ്യൂമും ഉപയോഗിച്ചിട്ടുണ്ട്. 2ാമത്തെ കൊലപാതകം മലപ്പുറത്ത്, 3 കണ്ണൂരിൽ, 4 ഇടുക്കിയിൽ. എല്ലാം ഒറ്റ പാറ്റേൺ. നിങ്ങളിൽ ഓരോരുത്തർക്കും അവരുടെ തോന്നലുകൾ പറയാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബെഞ്ചമിൻ. സാർ, ഇതിൽ ആദ്യ കൊലപാതകം വെറുമൊരു പൊളിറ്റിക്കൽ അസാസിനേഷൻ മാത്രമല്ല, സംതിങ് മോർ. CI ബെഞ്ചമിൻ അല്പം മുന്നിലേക്ക് ആഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. അങ്ങനെ തോന്നാൻ കാരണം? രാമാനുജൻ ചോദിച്ചു. സാർ, ആ വീഡിയോ ശ്രദ്ധിച്ചോ? പണിക്കരുടെ തല വെട്ടിയെടുക്കുന്നതിന് തൊട്ടു മുമ്പായി അയാളുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയുന്നത്. അത് കേട്ട് പണിക്കർ ഞെട്ടുന്നുണ്ട്. മറ്റ് കില്ലിങ്സിൽ അതില്ല, ബെഞ്ചമിൻ പറഞ്ഞു. ഗുഡ്. എനിത്തിങ് മോർ ഗൈസ്? ഓക്കെ. സൈബർ എക്സ്പെർട്ട് അനുരാഗിൻ്റെ ഫൈൻഡിങ്സ് എന്തെല്ലാമാണ്? സാർ, 3 കൊലപാതകങ്ങൾ നടന്ന ടവർ പരിധിയിൽ സസ്പീഷ്യസ് ആയി ഒരു നമ്പറും ആക്റ്റീവായിരുന്നില്ല. ഇവർ കൊല്ലപ്പെടുന്ന സമയത്തിന് അല്പം മുമ്പ് വരെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. കൊലപാതക ശേഷം അവരെ കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രമാണ് പിന്നീട് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. പണിക്കരുടെ ഫോണിൽ അവസാനം വന്ന കോൾ അറിയപ്പെടുന്നൊരു പിമ്പിൻ്റേതാണ്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ മാസ്ക് ധരിച്ചൊരു പെൺകുട്ടിയെ പണിക്കരുടെ ഫാം ഹൗസിലേക്ക് പറഞ്ഞു വിട്ടതായി അറിയാൻ കഴിഞ്ഞു. അനുരാഗ് പറഞ്ഞു നിർത്തി. യെസ്, ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ബ്രേക്ക് ത്രൂ ആവും. ബെഞ്ചമിൻ, ആ മാമയെ ഒന്നുകൂടി കാണണം. നോക്കാൻ വല്ലതും കിട്ടുമോ എന്ന് രാമാനുജൻ പറഞ്ഞു. സോ ടീം, നാളെ മുതൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്നു. യെസ് സാർ. സല്യൂട്ട് നൽകി 4 പേരും പുറത്തേക്ക് ഇറങ്ങി. കൊച്ചിൻ TV. രവീന്ദ്ര, ഈ കാണുന്നവൻ ആരാണെന്ന് നിനക്കറിയില്ലായിരിക്കും, പക്ഷെ പ്രേമനെ നന്നായി അറിയാം.
പുന്നേരി സുഗതൻ തൻ്റെ അരികിൽ നിന്നിരുന്ന് ഗോവിന്ദകൃഷ്ണകുമാറിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സഖാവേ, രവീന്ദ്രന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പ്രേമൻ ബിയർ ബോട്ടിൽ ഒന്നാകിയ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, രവീന്ദ്ര, 3 വർഷം മുമ്പ് സത്യസന്ധതയുടെ ട്യൂമർ ബാധിച്ചൊരു മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു, സാദിഖ് അഹമ്മദ്. ഉള്ളത് പറയാലോ, നല്ല കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടർ. പക്ഷേ അവൻ്റെ അന്വേഷണം എത്തി നിന്നത് ദാ എൻ്റെ കാലിൻ്റെ ഇടയിലായിരുന്നു. സിവിൽ സർവീസിലെ ഗോവിന്ദനെ പോലെയുള്ള ഓഫീസർമാരെ ഉപയോഗിച്ച് ഞാൻ നാളുകളായി റൺ ചെയ്തിരുന്ന മഞ്ഞ ലോകത്തിൻ്റെ ഇടപാടുകളുടെ ഇടയിലേക്ക് അവൻ്റെ ഉമ്മാൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എത്തി നിന്നു. എല്ലാ സോളിഡ് പ്രൂഫുമായി ആരെയോ കാത്തുനിന്ന സാദിഖിനെ 2 പെഗ് വോഡ്കയുടെ ബലത്തിൽ മതിലിൽ ഒട്ടിച്ചു ചേർത്തു. ഇതാ ഇവൻ, കൊച്ചിൻ കളക്ടർ ഗോവിന്ദകൃഷ്ണകുമാർ. കയ്യിലിരുന്ന മദ്യം കാലിയാക്കിക്കൊണ്ട് സുഗതം പറഞ്ഞു. പക്ഷെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എവിഡൻസ് നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം 2 ദിവസം മുമ്പ് വരെ എല്ലാം സ്മൂത്ത്. ബട്ട് ഇപ്പോൾ കാമിനി, അവൾക്ക് എവിടെയോ പിഴച്ചിരിക്കുന്നു. സുഗതൻ്റെ മുഖം വലിഞ്ഞു മുറുകി. സാർ പേടിക്കണ്ട, ഞാനില്ല ഇവിടെ. EDയുടെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം നാളെ എത്തും. കാമിനിയോടും ശങ്കർദാസിനോടും സൂക്ഷിച്ചിരിക്കാൻ പറയൂ, ഗോവിന്ദ് പറഞ്ഞു. ഓക്കെ ഗോവിന്ദ്, ഞാൻ പറയാം, സുഗതം പറഞ്ഞു. സാർ എന്ന സമയം വൈകി, ഞാൻ ഇറങ്ങട്ടെ, ഗോവിന്ദൻ പറഞ്ഞു. ഷേക്ക് ഹാൻഡ് നൽകി തൻ്റെ കാറുമായി അയാൾ പുറത്തേക്ക് പോയി. സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് ശക്തമായ മഴയുള്ളതുകൊണ്ട് സൈഡ് ഗ്ലാസ് ഉയർത്തി വെച്ചിരുന്നു. ഫ്രണ്ട് ഗ്ലാസിൽ ഫോഗ് നിറയുന്നതുകൊണ്ട് ഗോവിന്ദ് AC ഓൺ ചെയ്തു. വാഴക്കാല പടമുകൾ റിലയൻസ് സ്റ്റോർ കഴിഞ്ഞതും അയാളുടെ കണ്ണുകൾ അടഞ്ഞു വരാൻ തുടങ്ങി. ഉറക്കം കണ്ണുകളെ തളർത്തിയപ്പോൾ സിഗ്നൽ ഐലൻഡിനരികിലായി ഗോവിന്ദൻ്റെ വണ്ടി നിന്നു. അപ്പോഴേക്കും അയാളുടെ പിന്നിലുണ്ടായിരുന്ന ബൈക്കിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ കാറിൻ്റെ ഡോർ തുറന്ന് ഗോവിന്ദനെ മാറ്റിയിരുത്തി വാഹനവുമായി മുന്നോട്ട് പോയി. മതി അജാസേ, ധാരാളം. അപ്പോൾ ഇനി നിന്നെ വിട്ടേക്കാം. ആദ്യം നിന്റെ കൂട്ടുകാർ പോയിക്കോട്ടെ അല്ലേ? അയാൾ പറഞ്ഞു തീർന്നതും അജാസിൻ്റെ ഇരുവശവും ഇരുന്നവരുടെ കഴുത്തു തുളച്ചുകൊണ്ട് ഇരുമ്പ് കമ്പികൾ പാഞ്ഞുപോയി. എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്നു. മുഖത്തേക്ക് തെറിച്ച ചോരയിൽ അജാസ് അലറി വിളിച്ചു, ഇല്ല അജാസ്, ഇതുപോലെ തന്നെ കൊല്ലില്ല. പച്ചയിറച്ചിയിൽ ഇരുമ്പ് ഇറങ്ങുന്നതിൻ്റെ ചൂട് നീ അറിയണം. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഡിപ്ലോമാറ്റ് സ്വർണ്ണക്കടത്തിൽ കാമിനിയുടെ സുപ്രധാന മൊഴി തേടയ്ക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ അനുരാഗ് ജോയിൻ ചെയ്യുന്നു. മരിയ, കേരള രാഷ്ട്രീയത്തിൻ്റെ അടിവേരിളക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡിപ്ലോമാറ്റ് ചാനൽ വഴി പുറത്തിറക്കിയ സ്വർണത്തിൻ്റെ പങ്കുപറ്റാത്ത ഒരൊറ്റ രാഷ്ട്രീയ പ്രമുഖരും കേരളത്തിലില്ല എന്നാണ് കാമിനിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. അനുരാഗ് പറഞ്ഞു നിർത്തി. അനുരാഗ്, മറ്റെന്തെല്ലാമാണ് കാമിനി EDക്ക് നൽകിയ മൊഴിയിലുള്ളത്? മരിയ, ഏകദേശം 1200 കോടി രൂപയുടെ സ്വർണം കാമിനിയും ശങ്കറും ചേർന്ന് ഇറക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പുന്നേരി സുഗതൻ തൻ്റെ പങ്ക് മക്കളുടെ പേരിൽ രാജ്യത്തും വിദേശത്തും പല സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചു എന്നതിന് ആവശ്യമായ തെളിവുകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിന് തീ പിടിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രീയം എന്നത് രാഷ്ട്ര സേവനമെന്നായിരുന്നു. എന്നാൽ ഇന്നത് സ്വന്തം കുടുംബം വികസിപ്പിക്കാനുള്ള ഒന്നായി മാറിയിരിക്കുന്നു. കാത്തിരിക്കാം ഒരു മാറ്റത്തിനായി. തേടയിൽ തൽക്കാലം ഒരിടവേള. മരിയയുടെ മുഖം സ്ക്രീനിൽ മറഞ്ഞു. സൈറ്റ് ഓഫീസ്. അഭിനവ് രാമാനുജൻ തൻ്റെ ലാപ്ടോപ്പ് സ്ലീപ്പ് മോഡിലേക്ക് ഇട്ടു. റിവോൾവിംഗ് ചെയറിൽ ചാഞ്ഞിരുന്ന അയാൾ കണ്ണുകളടച്ചു. CI ബെഞ്ചമിൻ തട്ടി വിളിച്ചപ്പോഴാണ് രാമാനുജം കണ്ണുകൾ തുറന്നത്. എന്താണ് സാർ, മയങ്ങിപ്പോയോ? ഏയ് അല്ലടോ, ഞാൻ ഓരോന്ന് ഓർത്ത് ഇങ്ങനെ. രാമാനുജൻ പാതിയിൽ നിർത്തി. സാർ, ഒരു ഇൻ്റലിജൻസ് മെസ്സേജ് ഉണ്ട്. ഇന്ന് വൈകിട്ട് കതിരൂരിൽ ഓഞ്ചിയത്തെ കൊലപാതകത്തിൻ്റെ തിരിച്ചുകൊടുക്കൽ നടക്കും. ലക്ഷ്യം IGP പ്രവർത്തകൻ സുനോജ്. ബെഞ്ചമിൻ പറഞ്ഞു. വാട്ട് ദ ഹെൽ, എന്താണ് ഇവിടെ നടക്കുന്നത്? നാഴികയ്ക്ക് 40 വട്ടം പ്രബുദ്ധർ എന്ന് സ്വയം വീമ്പ് പറയുകയും എന്നാൽ സ്വന്തം തലച്ചോറ് നാട്ടിലെ കള്ളനും കൊലപാതകയ്ക്കും പണയം വെക്കുകയും ചെയ്യുന്ന മൊണ്ണകൾ. താൻ വേഗം കണ്ണൂർ SP റാവുത്തർ സാറിനെ അലേർട്ട് ചെയ്യ്. സ്പെഷ്യൽ ടീമിനോടും ഇറങ്ങാൻ പറ. പിന്നെ ഈ പറഞ്ഞ സുനോജിനെ ലൊക്കേറ്റ് ചെയ്യേ. അറ്റ് എനി കോസ്റ്റ് ഇന്നത് നടക്കാൻ പാടില്ല. നടന്നാൽ ഇവിടെ ജയിക്കാൻ പോകുന്നത് സുഗതൻ മാത്രമല്ല, രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ക്രിമിനൽ സിൻഡിക്കേറ്റാണ്. രാമാനുജവും ബെഞ്ചമിനും പുറത്തേക്ക് കുതിച്ചു. സമയം വൈകിട്ട് 5:30. ബൈക്കിൽ തൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു സുനോജ്. കുത്തനെയുള്ള ഇറക്കം കഴിഞ്ഞതും മുന്നിൽ ശക്തമായൊരു പൊട്ടിത്തെറിയുണ്ടായി. മുൻചക്രം തകർത്ത സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ സുനോജ് റോഡരികിലേക്ക് തെറിച്ചു വീണു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തലയിൽ പരിക്കുകൾ സംഭവിച്ചില്ല. കൈകുത്തി എഴുന്നേറ്റ് വന്ന സുനോജ് കണ്ടു, കയ്യിൽ വടിവാളും സ്റ്റീൽ റാഡുകളുമായി 6 പേര്. അപകടം മനസ്സിലാക്കിയ അവൻ തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന ഉറുമി വലിച്ചെടുത്തു. ഒറ്റത്തന്തയ്ക്കുണ്ടായ മക്കളാണെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. സുനോജിൻ്റെ വാക്കുകളിൽ തീ ചിതറി. ഓ പിന്നെ, നീ മൂപ്പിച്ചാൽ ഉടനെ അങ്ങോട്ട് വന്ന് കയറിത്തരാം. കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞതും തൻ്റെ മുഖത്തിന് നേരെ വരുന്ന പ്ലാസ്റ്റിക് കവറാണ് സുനോജ് കണ്ടത്. കവറിൽ നിന്നും തെറിച്ച വെള്ളം അവൻ്റെ കണ്ണിൽ കനൽ കണക്കെ എരിഞ്ഞിറങ്ങി. എങ്ങനെയുണ്ട് മിത്രമേ കാന്താരി ഫേഷ്യൽ?
കണ്ണുകളെരിയുമ്പോഴും സുനോജ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. മേപ്പാടി രവീന്ദ്രൻ. രവീന്ദ്ര നായേ! സുനോജ അപ്പോഴും മുറുമി വീശിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അനവധി മുളക് വെള്ളം നിറഞ്ഞ കവറുകൾ അവൻ്റെ മുഖത്തിന് നേരെ വന്ന് വീണിരുന്നു. അലറി വിളിക്കുന്ന സുനോജിൻ്റെ ഇടനെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കി ഇടം വലം തിരിച്ചു. പ്രാണൻ മുകളിലേക്ക് പോകുന്ന കരച്ചിലുയർന്നു സുനോജിൽ നിന്നും. സുനോജേ, ഇത് നിനക്ക് ഞാൻ പണ്ടേ കരുതി വെച്ചതാ. ഇനി നീ ഞങ്ങൾക്ക് ബലിദാനി. പാട്ടപ്പിരിവിനും വർഷാവർഷം പൂക്കൾ വിതറി ഓർമ്മിപ്പിക്കാനുമുള്ളവൻ. സുനോജിൻ്റെ കാതിൽ രവീന്ദ്രൻ മന്ത്രിക്കും പോലെ പറഞ്ഞു. വിജനമായ ആ വഴിയിൽ ചോരയിൽ കുളിച്ച് അനാഥമായി കിടക്കുന്ന സുനോജ് എന്ന ബലിമൃഗം. ഏതൻ എസ്റ്റേറ്റ്. അജാസ്, ഇറച്ചിയിൽ ഇരുമ്പ് കയറുമ്പോഴുള്ള എരിവെന്താണെന്ന് നിനക്കറിയാമോ? മുഖം മൂടിയിട്ടയാൾ ചോദിച്ചു. ഒന്നും പറയാൻ സാധിക്കാതെ അവൻ തല കുനിച്ച് നിൽക്കുക മാത്രം ചെയ്തു. ഇല്ലാലേ, അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. പറഞ്ഞു തീർന്നതും അജാസിൻ്റെ വലത് കാൽമുട്ടിൻ്റെ ചിരട്ട തുളച്ചുകൊണ്ട് ഒരു സ്റ്റീൽ കത്തി പിടിയോളം ഇറങ്ങി നിന്നു. കൊഴുത്ത ചോര പുറത്തേക്ക് ഒഴുകുന്നതിനൊപ്പം അയാൾ ആ കത്തി വട്ടത്തിലൊന്ന് കറക്കി. അലറാനൊരുങ്ങിയ അജാസിൻ്റെ വായ്ക്ക് കുറുകെ ഒരു ടേപ്പ് പതിഞ്ഞു. ഇതാണ് അജാസ്, ഞാൻ പറഞ്ഞ എരിവ്. കഴിഞ്ഞില്ല, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. മുഖം മൂടി അണിഞ്ഞവൻ പറഞ്ഞു. അപ്പോഴേക്കും അജാസിനെ രണ്ടുപേർ ചേർന്ന് നിലത്ത് കിടത്തി. ശേഷം ശരീരത്തിലെ ഓരോ ജോയിന്റിലും ആണികൾ അടിച്ചിറക്കി. ഒപ്പം തന്നെ പെപ്പർ സ്പ്രേ അടിച്ചു കൊടുത്തു. അജാസ്, ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഭൂമിയിലെ നിന്റെ വിസ കാലാവധി ഇന്നിപ്പോൾ തീരുന്നു. ഫൈനൽ എക്സിറ്റ് സീൽ ചെയ്ത് പടച്ചോൻ്റെ അടുത്തേക്കുള്ള ഫ്ലൈറ്റിൽ നിന്നെ പാക്ക് ചെയ്യുക. ഗുഡ് ബൈ അജാസ്. വേദനയിൽ പുളഞ്ഞ അജാസ് അവസാനമായി കണ്ടത് തൻ്റെ മുഖത്തിന് നേരെ പാഞ്ഞു വരുന്ന അറവുകത്തിയാണ്. അവൻ്റെ മുഖം നടുകെ പിളർന്നു മാറി ചോര ഒഴുകി. അപ്പോഴും അവരിൽ ഒരാളുടെ മുഖത്ത് ഭയത്തിൻ്റെയോ അറപ്പിൻ്റെയോ ഒരു കണിക പോലും തെളിഞ്ഞു കണ്ടില്ല. റെക്കോർഡിംഗ് ക്യാമറ ഊരി ബാഗിലേക്ക് വെച്ച് എയർ ഫ്രഷ്നർ തുറന്നു വെച്ച് ഒപ്പം അജാസിൻ്റെ മൊബൈൽ ഓൺ ചെയ്ത് സുഗതന് ലൊക്കേഷൻ ഷെയർ ചെയ്തു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ പുറത്തേക്ക് നടന്നു. നമസ്കാരം, പ്രൈം ടൈം ന്യൂസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നീതു കുര്യൻ. പ്രൈം ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നു, സംസ്ഥാനം ഒരുപറ്റ നരഭോജികളുടെ പിടിയിലോ? ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു IPM പ്രതിനിധി വിവക്ഷ, QDF പ്രതിനിധി സുന്ദരം വാഴക്കാല, IGP പ്രതിനിധി അഡ്വക്കേറ്റ് ഗോവിന്ദ ആചാരി, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അജിത് നായർ. എല്ലാവർക്കും ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്ക് വിവക്ഷയിൽ നിന്നും തുടങ്ങാം. വിവക്ഷ, സർക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോൾ നടക്കുന്ന ഈ കൊലപാതക പരമ്പരകളെ? നീതു ചോദിച്ചു. നീതു, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ കയറ്റുവാനുള്ള പ്രതിപക്ഷത്തിൻ്റെയും നിങ്ങൾ മാധ്യമങ്ങളുടെയും പ്രചരണം മാത്രമാണ് സംസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു വന്നത്. വിവക്ഷ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ടത് നിങ്ങളുടെ പാർട്ടി ലീഡറടക്കം 5ഓളം പേര്. അതിലൊരു IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. ഇതൊക്കെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ? നീതു ചോദിച്ചു. പ്രിയ സുഹൃത്തെ, നിങ്ങളങ്ങ് UP യിലേക്ക് നോക്കൂ. ഒരു ദിവസം എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു? അവയൊന്നും കാണാതെ ഇവിടെ നടന്ന ഈ കൊച്ചു സംഭവങ്ങൾ എന്തിനെ പെരുപ്പിച്ചു കാണിക്കുന്നു? വിവക്ഷ പറഞ്ഞു. പരസ്പരം പോരടിച്ചും ചെളി വാരിയെറിഞ്ഞും ആ ഡിബേറ്റിലെ 1 മണിക്കൂർ അവസാനിച്ചു. സമയം രാത്രി 9. CM ഓഫീസ്. എടോ രാമാനുജം, കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ കേരളത്തിലേക്ക് എഴുന്നള്ളിച്ച് അരിയിട്ട് വായിച്ചിട്ട് കേരളത്തിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനല്ല, സഖാവ് പണിക്കരിൽ തുടങ്ങി അജാസിലെത്തി നിൽക്കുന്ന കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനാണ്. ഇതുവരെ എന്തെങ്കിലും ലീഡ് കിട്ടിയിട്ടുണ്ടോ? പുന്നേരി സഹദേവന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. സാർ, വന്നയുടനെ മഷിയിട്ട് നോക്കി കുറ്റവാളിയെ പിടിക്കാൻ എനിക്കറിയില്ല. പിന്നെ ഇവിടുത്തെ സംവിധാനം ഉപയോഗിച്ച് അന്വേഷണം പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കറിയാം സാറിൻ്റെ ഈ തിടുക്കത്തിനു കാരണം. ഡെമോക്രസിൻ്റെ വാള് പോലെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന കാമിനി എന്ന സ്വർണവാൾ. ഒരു ചന്ദ്രയാന് ചിലവായ തുകയിൽ നാട് നീളെ സ്ഥാപിച്ച AI ക്യാമറ അഴിമതി. കേരള മണ്ണിൽ വേരുറപ്പിച്ചു കഴിഞ്ഞ സിന്തറ്റിക് ഡ്രഗ് മാഫിയ. എന്തിന് ഏതിന് ആരിൽ നിന്നും നോക്കാതെ കൈനീട്ടി വാങ്ങിയ കോടികൾ. മൗറീഷ്യസിലെ സീക്രട്ട് അക്കൗണ്ടിൽ അങ്ങയെ നോക്കി പല്ലിളിക്കുന്നു. ഒരു കാര്യം ഞാൻ സാറിന് ഉറപ്പ് തരാം, ഇന്നേക്ക് 3-ാം നാൾ ഈ കേസ് ഞാൻ ക്ലോസ് ചെയ്യും. അന്ന് രാത്രി സാറിന് സമാധാനമായി ഉറങ്ങാം. സെല്യൂട്ട് നൽകിയ മറുപടിക്ക് കാത്തു നിൽക്കാതെ അഭിനവ് രാമാനുജം പുറത്തേക്ക് നടന്നു. അക്ഷരാർത്ഥത്തിൽ പുന്നേരി സുഗുണൻ വിറച്ചുപോയി. തൻ്റെ കൂടെയുള്ളവർ പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അഭിനവ് പറഞ്ഞത്. അനുവദിക്കരുത് ഇവനെ ഇനിയും വളരാൻ. സുഗുണൻ്റെ കണ്ണുകളിൽ പകയുടെ തിളക്കം നിറഞ്ഞു തുടങ്ങി. ED ഓഫീസ്. കാമിനിയുടെ ബാങ്ക് ലോക്കറിൽ നിന്നും കിട്ടിയ ഹാർഡ് ഡിസ്കുകളും പെൻഡ്രൈവുകളും പരിശോധിക്കുകയായിരുന്നു കബീർ. ചില രാജ്യങ്ങളുടെ മൊത്തം സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ 200 ഇരട്ടിയോളം കാമിനിയും സംഘവും കടത്തി കഴിഞ്ഞിരിക്കുന്നു. ഹാർഡ് ഡിസ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമായിരുന്നില്ല. സുഗതനും പ്രഭാകരനും പ്രതിപക്ഷ നേതാവ് പ്രേമനും രവീന്ദ്രനും ഉൾപ്പെടുന്ന അനവധി കുഴൽപ്പണ ഇടപാട്. തെളിവുകളെല്ലാം തന്നെ മേലുദ്യോഗസ്ഥനെ കാണിച്ച് അടുത്ത നിർദ്ദേശത്തിന് കാത്തിരുന്നു കബീർ. തന്നെ ചതിച്ചവരുടെ അസ്ഥിവാരം ഇളക്കുന്നത് കാണാൻ അണിയറയിൽ കാമിനി കാത്തിരുന്നു. 3-ാം ദിവസം.
തേർഡ് ഐ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. കേരളം ഇതുവരെ കാണാത്ത ഞെട്ടിക്കുന്ന വാർത്തയുമായി ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാത്തിരിക്കുക. ആങ്കർ നീതുവിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. TV ഓഫ് ചെയ്ത് റിവോൾവിംഗ് ചെയറിൽ നിന്ന് അയാൾ തനിക്കെതിരെ നിൽക്കുന്ന 5 പേരെ നോക്കി. ഡിയർ കനിബാൽസ്, നമ്മൾ തുടങ്ങിവെച്ച മിഷന്റെ 1-ാം ഘട്ടം ഇന്ന് രാത്രി അവസാനിക്കാൻ പോകുന്നു. രാഷ്ട്രത്തെ സേവിക്കാൻ എന്ന പേരിൽ അച്ചിയുടെ അടിപ്പാവാട വരെ ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൈയിട്ട് വാരി വാങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ നപുംസകങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന അവസാന വേട്ട. ഇവൻ്റെയൊക്കെ ചോരയിൽ കുതിർന്ന കോടിയിൽ നമ്മൾ എഴുതി ചേർക്കുന്ന പുതിയ അധ്യായം. അഭിനവ് രാമാനുജം പറഞ്ഞ 3-ാം ദിവസം. ലോകത്തെവിടെയും 3 എന്ന അക്കത്തിന് വലിയ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 3-ാം നാൾ. അതെ, കൊന്നുതള്ളിയവർക്ക് മുൻപിൽ കല്ലറ പിളർന്ന കർത്താവ് ഉയർന്നു വന്ന 3-ാം നാൾ. അതുപോലെ രാഷ്ട്രീയം എന്ന ചീഞ്ഞു നാറുന്ന കുപ്പത്തൊട്ടിയിൽ പുഴുത്തു ചീഞ്ഞ എച്ചിൽ തിന്നുന്ന പുന്നേരി സുഗതനും പ്രഭാകരനും രവീന്ദ്രനും അവരുടെ വിസർജൻ തിന്നു കൊഴുക്കുന്നവരും അവസാനിക്കാൻ പോകുന്ന 3-ാം നാൾ. എടോ പ്രഭാകര, താൻ രവീന്ദ്രനെയും പ്രേമനെയും ലൈനിലെടുത്തോ? പ്രേമ, രവീന്ദ്രൻ സഖാവിന് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് മൊബൈൽ ലൗഡ് സ്പീക്കറിലിട്ടുകൊണ്ട് ഇരിങ്ങേറി പ്രഭാകരൻ പറഞ്ഞു. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് കുളമാവിൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിലെത്തണം. എന്തിനെന്നുള്ള ചോദ്യം വേണ്ട, എല്ലാം വിശദമായി രാത്രി പറയാം. പിന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. ഒറ്റയ്ക്ക് വന്നാൽ മതി. എന്തിനും ഏതിനും കൂടെ കൊണ്ടു നടക്കുന്ന പിടിച്ചുവെപ്പുകാരെ ഒഴിവാക്കണം. മനസ്സിലായല്ലോ അല്ലേ? വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു സുഗുണന്റെ വാക്കുകൾക്ക്. ഫോൺ കട്ട് ചെയ്ത് പ്രഭാകരൻ സുഗുണന്റെ നേരെ നോക്കി ചോദിച്ചു, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു മീറ്റിംഗ്? പറയാം. വൈകിട്ട് 7 മണിക്ക് മുമ്പ് നമ്മുടെ ഗസ്റ്റ് ഹൗസിലെത്തണം. തേർഡ് ഐ ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാം. അതൊന്ന് കണ്ടു കളയാം. കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വെളിപ്പെടുത്തൽ. സിംഗിൾ മാൾട്ട് വിസ്കിയിൽ ഐസിടാതെ സിപ്പായി കഴിച്ച് ആസ്വദിക്കണം. സുഗുണന്റെ ചുണ്ടിൽ ക്രൂരമായ ചിരി തെളിഞ്ഞു വന്നു. സമയം വൈകിട്ട് 7 മണി. കുളമാവ് ഗസ്റ്റ് ഹൗസ്. പുന്നേരി സുഗതനും പ്രഭാകരനും ഒപ്പം രവീന്ദ്രനും ഹാളിലെ വലിയ LED സ്ക്രീനിൽ എതിരിൽ ഇരിപ്പുറപ്പിച്ചു. കുളമാവ് ഡാമിന് അടുത്ത് നിന്നും ഉള്ളിലേക്ക് മാറിയാണ് ഈ ഗസ്റ്റ് ഹൗസ്. അധികം ആരും ശ്രദ്ധിക്കാത്തൊരിടം. കൃത്യം 7 മണിക്ക് തന്നെ തേർഡ് ഐ ചാനലിൽ സ്പെഷ്യൽ ക്രൈം റിപ്പോർട്ടർ ആരംഭിച്ചു. നീതുകുര്യൻ്റെ പ്രസരിപ്പുള്ള മുഖം സ്ക്രീനിൽ നിറഞ്ഞു നിന്നു. ഡിപ്ലോമാറ്റ് സ്വർണത്തിൻ്റെ നാൾവഴികളിൽ തുടങ്ങി കേരളത്തിൽ ഇപ്പോൾ നീതി നടപ്പാക്കുന്ന ഒരു പറ്റം അജ്ഞാതരിൽ എത്തി നിൽക്കുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ. ഗർഭിണികൾ, കുട്ടികൾ, ഹൃദ്രോഗമുള്ളവർ ദയവായി ഈ പരിപാടി കാണാതിരിക്കുക, നീതുകുര്യൻ പറയാൻ തുടങ്ങി. കാമിനിയുടെ അറസ്റ്റിൽ തുടങ്ങി ശങ്കരൻ്റെ വെളിപ്പെടുത്തൽ. മുൻ കളക്ടർ നടത്തിയ കൊലപാതകം, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പാരലൽ ഗോൾഡ് ചെയിൻ, സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് വിവരങ്ങൾ. AC-യുടെ കൃത്രിമ തണുപ്പിലും ഹാളിലിരുന്നവർ വെട്ടിവിയർത്തു. എന്നാൽ സുഗുണന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. കയ്യിലെ മദ്യം അയാൾ ആസ്വദിച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു. സഖാവേ, ഇതൊരു വല്ലാത്ത പണിയാണല്ലോ. എന്ത് ആരോപണമുണ്ടായാലും തെളിവില്ല എന്ന് പേര് പറഞ്ഞ് നിഷേധിക്കുന്ന നമ്മുടെ സ്ഥിരം പരിപാടി ഇത്തവണ നടക്കുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി റിപ്പോർട്ടല്ലേ ഇവൾമാരുണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇരിങ്ങേരി പ്രഭാകരൻ മുന്നിലിരിക്കുന്ന ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തി. അവളുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഈ ഇരിക്കുന്നവൻ്റെ സ്വൽപുത്രൻ അങ്ങ് ബീഹാറിൽ പൂണ്ടു വിളയാടിയെടുത്ത് സീൽ ചെയ്യാൻ കൊടുത്ത നോട്ടിലെ സീരിയൽ നമ്പർ മാത്രം കൂടിയേ ഇനി ഇവൾ പറയാൻ ബാക്കിയുള്ളൂ. രവീന്ദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു സുഗുണൻ. താൻ എന്താണ് ഒന്നും പറയാതെ ഇങ്ങനെ പൊട്ടൻ പൂവ് കണ്ടതുപോലെ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്നത്? തെറിക്കാൻ പോകുന്നത് എൻ്റെയും ഇവൻ്റെയും തല മാത്രമല്ല, തൻ്റെയും കൂടെയാ, പ്രഭാകരൻ പറഞ്ഞു. അടുത്ത നിമിഷം അയാളുടെ ചെവിക്കരികിലൂടെ ഒരു ഗ്ലാസ് പറന്നു വന്ന് ഭിത്തിയിലിടിച്ച് തകർന്ന് നിലത്തേക്ക് വീണു. എടോ ഇരിങ്ങോടി പ്രഭാകര, പണ്ട് തലശ്ശേരിയിലെ ബീഡിത്തെറുപ്പും കഞ്ചാവ് വിൽപ്പനയും ഒപ്പം കൂലിത്തല്ലുമായി നടന്ന തന്നെ പാർട്ടി ഓഫീസിൽ ടീ ബോയി ആക്കി അവിടുന്ന് ഇവിടെ വരെ എത്തിക്കാൻ ഈ സുഗുണനെ അറിയാമെങ്കിൽ ഏതോ TV-കാരൻ പറഞ്ഞ കഥയിൽ നിന്നും എങ്ങനെ ഊരിപ്പോരണമെന്നും എനിക്ക് നന്നായി അറിയാം. ഇന്ത്യ മഹാരാജ്യത്ത് 28 സംസ്ഥാനങ്ങളിലും പെണ്ണുപിടിച്ച് നടക്കുന്ന നിന്റെ മക്കൾക്കങ്ങ് അറബി രാജ്യത്തെ ബിസിനസ് എന്ന പേരിൽ പേക്കൂത്ത് നടത്താൻ എൻ്റെ പണം വേണം. DNA റിസൾട്ട് പൂഴ്ത്താൻ എൻ്റെ സ്വാധീനം വേണം. പ്രായം തികയാത്ത നമ്പൂതിരി കൊച്ചിനെ നീയും നിന്റെ മക്കളും കൂടി മാറി ഉപയോഗിച്ച് ഒടുവിൽ അവൾ കേസും കോടതിയുമായി മുന്നോട്ടിറങ്ങിയപ്പോൾ അവളെയും കുടുംബത്തെയും ഒരു കയറിൽ കെട്ടിത്തൂക്കാൻ സുഗുണൻ വേണം. ഇപ്പോൾ ഞാനൊന്ന് ചിരിച്ചാൽ നിനക്ക് സഹിക്കില്ലാലേ? ഇരിങ്ങേരി പ്രഭാകര പോന മോനെ. സുഗുണൻ പ്രഭാകരൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കിക്കൊണ്ട് മുരണ്ടു. വിടു സുഗുണൻജി, അയാൾ ടെൻഷൻ കാരണം പറഞ്ഞതല്ലേ? സുഗുണൻ്റെ കൈ വിടിവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് രവീന്ദ്രൻ പറഞ്ഞു. വാ, ഇതാണ് ഒത്തൊരുമ. ജനങ്ങൾ കാണുമ്പോൾ തമ്മിൽ കടിച്ചു കയറാൻ നിൽക്കുന്ന ശത്രുക്കൾ, എന്നാൽ ഇരുട്ടിൽ സർവവും മറന്ന് ഒന്നു ചേരുന്ന നൻപറുകൾ. ഒരേ സമയം ഇരുട്ടിൽ നിന്നും ശബ്ദം കേട്ടിടത്തേക്ക് സുഗുണനും കൂട്ടരും ഞെട്ടലോടെ നോക്കി. ഇരുട്ടിൽ നിന്നും മുഖം മൂടി നടിച്ച 5 പേർ അവർക്ക് മുന്നിലേക്ക് നിരന്നു വന്നു. ആരടാ നീയൊക്കെ? സുഗുണന്റെ ശബ്ദം ഹാളിൽ മുഴങ്ങി. കേരള ചെറിയ രാജ്യത്തെ പാവം പ്രജകളാന്നേ സുഗുണൻ തമ്പുരാനെ. അങ്ങയുടെ ഭരണം കാരണം കറുത്ത മുഖം മൂടിയാൽ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങേണ്ടി വന്ന പാവങ്ങൾ. മുഖം മൂടി ധരിച്ചവരിൽ ഉരുവം പറഞ്ഞു.
എന്നാൽ പ്രജകൾ പറ, എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? സുഗുണൻ പുച്ഛം കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. സമയമുണ്ട് നേതാവേ, നേരം പുലരുവോളം. ഇപ്പോൾ നമുക്ക് അല്പം സംസാരിക്കാം. അതിനു മുമ്പ് ഞങ്ങൾ ആരാണെന്നറിയണ്ടേ? ഹാളിൽ LED ലൈറ്റുകൾ തെളിഞ്ഞു. അവർ ഓരോരുത്തരായി മുഖംമൂടികൾ അഴിച്ചു മാറ്റാൻ തുടങ്ങി. എതിരെ നിന്നിരുന്ന മൂവരിലും ഒരേ സമയം നടുക്കം നിറഞ്ഞു. എന്താ സുഗുണ, പരിചയം തോന്നുന്നുണ്ടോ ഞങ്ങളെ? യു ബ്ലഡി ബോ! സുഗുണൻ അക്ഷരാർത്ഥത്തിൽ അലറുകയായിരുന്നു. മുന്നോട്ട് കുതിച്ചു വന്ന സുഗുണന്റെ ഇടനെഞ്ചിൽ ഒരുവന്റെ ബൂട്ടിട്ട കാല് പതിഞ്ഞു. സെറ്റിയിലേക്ക് തെറിച്ചു വീണ സുഗുണനെ രവീന്ദ്രൻ താങ്ങിയെടുത്തു. തിരക്ക് കൂട്ടലെ ചീഫ് മിനിസ്റ്റർ സാറേ, ആദ്യം ഓരോരുത്തരെ പരിചയപ്പെടാം. ഇത് രാജേഷ്. ഇവനൊരു ഇൻട്രോ വേണ്ടല്ലോ അല്ലേ? തൻ്റെ പേഴ്സണൽ സെക്രട്ടറി. പക്ഷെ പാലക്കാട് നിന്റെ കൊള്ളരുതായികകൾ വിളിച്ചു പറഞ്ഞതിന് നീ ഈ നിൽക്കുന്ന രവീന്ദ്രന്റെ സഹായത്തോടെ അരിഞ്ഞു തള്ളിയ സഖാവ് അരവിന്ദന്റെ മകൻ. ഇത് മലപ്പുറത്ത് പ്രതിപക്ഷ പാർട്ടി ഓഫീസിൽ പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട പാവ സ്ത്രീയുടെ മകൻ. അങ്ങനെ നീയൊക്കെ കൂടി കൊന്നു തള്ളിയവരുടെ പിൻഗാമികളാണോ ഞങ്ങൾ ഓരോരുത്തരും? അവൻ്റെ അമ്മയുടെ പ്രതികാരം. ഒരു മുരൾച്ചയോടെ മുന്നോട്ട് കുതിച്ച രവീന്ദ്രനെ തട്ടിമാറ്റി ജാക്കറ്റിൻ്റെ പിന്നിൽ തിരികെയിരുന്ന സ്റ്റീൽ ബാർ കൊണ്ട് വീശിയടിച്ചു കൂട്ടത്തിലൊരുവൾ. അടിയുടെ ശക്തിയിൽ രവീന്ദ്രൻ നിലത്തേക്ക് വീണുപോയി. നിലത്ത് നിന്നും രവീന്ദ്രനെ 2 പേർ ചേർന്ന് ഉയർത്തി നിർത്തി. രവീന്ദ്ര, നിനക്കെന്നെ അറിയില്ല, പക്ഷേ താഴെ നിറഞ്ഞു നിൽക്കുന്ന ഡാമിലെ അടിത്തട്ടിൽ നീ കൊന്നു താഴ്ത്തിയ ന്യൂസ് റിപ്പോർട്ടർ ജയന്തിയെ ഓർമ്മ കാണും. കാരണം നീ നിന്റെ കൂട്ടുകാരും കൂടി ആസൂത്രണം ചെയ്ത വർഗീയ ലഹളയുടെ മുഴുവൻ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങിയതിന് നീ കൊടുത്ത സമ്മാനം. കൊല്ലില്ല രവീന്ദ്ര നിന്നെ. ഒന്ന് അനങ്ങാൻ പോലും ആവാതെ പുഴുവരിച്ച് നീ കിടക്കണം. പുഴുവരിക്കുന്ന ജന്മം. ഇത്രയും പറഞ്ഞവൾ കയ്യിലിരുന്ന മരുന്ന് രവീന്ദ്രന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. പ്രഭാകര, ഇത്രയും നാൾ ഈ നിൽക്കുന്നവന്റെ ആരാചാരുടെ വേഷം കെട്ടിയാടിയ നിനക്ക് ഒറ്റ ശിക്ഷയേ ഉള്ളൂ, മരണശിക്ഷ. ഇരിങ്ങേരി പ്രഭാകരൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഒന്ന് അനങ്ങാൻ സാധിക്കും മുമ്പ് അയാളുടെ തിരിനെറ്റി തുളച്ചുകൊണ്ടൊരു ബുള്ളറ്റ് പാഞ്ഞുപോയി. ഇതെല്ലാം കണ്ട് നടുങ്ങി നിന്ന പുന്നേരി സുഗുണന്റെ മുന്നിൽ ഒരു മഹാമേരു കണക്കി ഒരുവൻ നിവർന്നു നിന്നു. അഭിനവ് രാമാനുജം. കഥയുടെ ക്ലൈമാക്സായി സുഗുണ. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ജീവൻ നീയെടുത്ത രാത്രി എല്ലാത്തിനും സാക്ഷിയായി ഒരുവനുണ്ടായിരുന്നു, കള്ളൻ വിജയൻ. കൽക്കുഴിയിൽ ബോധം നഷ്ടപ്പെട്ട എന്നെയും കൊണ്ട് അയാൾ പോയത് മംഗലാപുരത്തുള്ള ഒരു അനാഥാലയത്തിലേക്കാണ്. ഓരോ രാത്രി നീ കൊന്നു തള്ളിയ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന എനിക്ക് വളരുന്തോറും ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ നാശം. പലയിടത്ത് ചിതറിക്കിടന്ന ഞങ്ങൾ ഒന്നു ചേർന്നപ്പോൾ ആദ്യം നടപ്പിലാക്കിയത് പണിക്കരുടെ വിധിയായിരുന്നു. നിനക്കറിയില്ല രാമാനുജം, സുഗുണൻ എന്ന ജനനായകനെ. എന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് കലാപമായിരിക്കും, സുഗുണൻ കിതപ്പോടെ പറഞ്ഞു. ചേളുക്കെ, അവൻ്റെ അമ്മയുടെ ജനനായകൻ. 36 വർഷം മുമ്പ് എതിരെ നിന്നവൻ്റെ നെഞ്ച് കൽമഴ കൊണ്ട് വെട്ടിപ്പിളർന്നു തുടങ്ങിയ തൻ്റെ പടയോട്ടം ഇന്ന് ഈ രാത്രി ഇവിടെ അവസാനിക്കും പുന്നേരി സുഗുണ. എന്നും ഭരിക്കുന്നവൻ്റെ ആസനം ഒരു ഉളുപ്പുമില്ലാതെ നക്കിയം മണപ്പിച്ച് നേടിയ സംരക്ഷണ വലയം. ഏതു കൊടികുത്തിയ ഏജൻസി വന്നാലും നിനക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്ന വിശ്വാസം. അതിന്ന് ഈ രാത്രി അവസാനിക്കാൻ പോകുന്നു. നീ കൊന്നുതള്ളിയ അനേകം ആത്മാക്കൾക്ക് വേണ്ടി, ഈ നാട്ടിലെ ദാരിദ്ര്യ നാരായണന്മാർക്ക് വേണ്ടി, നിന്റെ കാമപ്പേക്കൂത്തിന് ജീവൻ വെടിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പുന്നേരി സുഗുണ, പുന്നാര മോനെ, നിന്റെ പാതി പ്രാണൻ ഞാനെടുക്കുന്നു. സുഗുണനെ പിന്നിലേക്ക് തിരിച്ചു നിർത്തി അയാളുടെ നട്ടലിൽ തുരുമ്പിച്ചൊരു കത്തി. രാമാനുജൻ പിടിയോളം താഴ്ത്തി ഇടം വലം തിരിച്ചു. പ്രാണൻ പറയുന്ന വേദനയിൽ അലറി വിളിച്ച സുഗുണന്റെ നാവ് വലിച്ചു പിടിച്ച് അതേ കത്തിയിൽ രാമാനുജൻ അറുത്തുമാറ്റി. കാനിബൽസ് ഇനി നിങ്ങളുടെ ഊഴം. ഇത്രയും പറഞ്ഞ രാമാനുജൻ സെറ്റിയിൽ അമർന്നിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം കേരള സംസ്ഥാനത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയ മുഖ്യമന്ത്രിയുടെ തിരോധാനത്തിന് അവസാനമായിരിക്കുന്നു. കുളമാവിലെ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിൽ അതീവ ഗുരുതരമായ പരിക്കുകളോടെ പുന്നേരി സുഗുണനെയും മൈപ്പടി രവീന്ദ്രനെയും അടിയന്തര ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാർട്ടി സെക്രട്ടറി ഇരിങ്ങേരി പ്രഭാകരന്റെ മൃതദേഹം ഇവർക്കൊപ്പം ലഭിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ലീഡർ അഭിനവ് രാമാനുജത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ഒപ്പം കേരള രാഷ്ട്രീയത്തിലെ പല പിന്നാമ്പുറ രഹസ്യങ്ങളുടെ തെളിവുകളും SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ കൃത്യങ്ങൾക്ക് പിന്നിലും കാനിബൽ എന്ന സംഘടന ഉണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നുണ്ട്. തേർഡ് ഐ മീഡിയയുടെ ന്യൂസ് റിപ്പോർട്ടർ നീതു കുര്യൻ വാർത്ത വായന തുടർന്നു. 2 ആഴ്ചകൾക്ക് ശേഷം, എടോ രാമാനുജം, എത്രയും വേഗം എനിക്ക് ആ കാനിമൽസിനെ കിട്ടണം. നീതിക്ക് വിട്ടുകൊടുക്കാനല്ല, സുഗുനെ പോലൊരു നേതാവിനെ ഇങ്ങനെയാക്കി അവന്മാരെ പച്ചയ്ക്ക് കൊളുത്താൻ. അവരറിയണം ഈ മണലൂർ അജയൻ ആരാണെന്ന്. സാർ, സെലൂട്ട് നൽകിയ രാമാനുജൻ പുറത്തേക്ക് നടന്നു. പാർക്ക് ചെയ്ത കാറിൻ്റെ അരികിൽ ഒരാൾ അയാളെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഷെറിൻ ഡാനിയൽ. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഇനിയും രാഷ്ട്രീയത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കും. പാവപ്പെട്ട സാധാരണ ജനങ്ങൾ മരിക്കും. വലിയ വലിയ നേതാക്കൾ അവരുടെ മക്കളും സുഖമായിട്ട് ജീവിക്കും. നമ്മളെന്നും മണ്ടന്മാരായിട്ട് തന്നെ നിൽക്കും. എന്ന് അവസാനിക്കുമോ ഈ ദുരന്തം? എന്തായാലും നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, അല്ലാതെ ഇപ്പം വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുക.
അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. ലവ് യു ഓൾ, ബൈ.